നമസ്കാരം. നമസ്കാരം. രാമചന്ദ്രന്റെ ശിക്ഷാവിധിയുടെ ഫയലുകൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ കേണൽ സുരജ് സിംഗ് അത്രയ്ക്ക് വലിയ കർക്കശക്കാരനാണോ? ഭൂപേൻ, നിങ്ങൾ ആർമിയിൽ പുതിയ ആളായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. കേണൽ സൂരജ് സിംഗിന്റെ കോർട്ട് മാർഷലിൽ നിന്നും ഒരു കുറ്റവാളി ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പാവം രാമേന്ദ്രന്റെ വിധി എന്താവുമോ ആവോ. സത്യത്തിന് നീതിക്ക് നിരക്കാത്ത ഒരു വിധിയും കേണൽ സൂരജ് സിംഗ് സാബിൽ നിന്നുണ്ടാവില്ല. രാമചന്ദ്രന്റെ അവസ്ഥ ഓരോ സൈനികനും പാഠമാണ്. ഒരു ജവാന് സെന്റിമെന്റൽ ആയിട്ടുള്ള വികാരങ്ങൾ പാടില്ല, അനുസരിക്കുക, അത് മാത്രമേ പാടുള്ളൂ. സത്യം വധ ധർമ്മം ചര എന്ന ആപ്തവാക്യം ചൊല്ലി സൈനികരായവരാണ് നമ്മൾ. നിക്കവിടെ. ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? ആരാ മോളെ നിന്നെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? ഇപ്പൊ പോ. ഞാൻ പോവില്ല, എനിക്ക് എന്റെ അച്ഛനെ കാണണം. എത്ര നാളായി ഞാൻ എന്റെ അച്ഛനെ കാണുന്നു. മോള് വേഗം പൊയ്ക്കോ. ഇല്ല, ഞാൻ പോവില്ല. എന്റെ അച്ഛൻ പാവല്ലേ. അമ്മോ, എന്താ മോളെ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അനുവാദമില്ലാതെ ചേംബറിലേക്ക് പ്രവേശിക്കരുതെന്ന് അറിയില്ലേ? കുട്ടിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ. അദ്ദേഹമോ? ഒരു കൊലയാളിയാണോ അദ്ദേഹം എന്ന് പറയുന്നത്? എനിക്ക് എന്റെ അച്ഛനെ കാണണം. നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് പോ. കോടതി തുടങ്ങാറായി. നിങ്ങളെ ആരെങ്കിലും കണ്ടാ പ്രശ്നമാവും. ഇറങ്ങി പോകുന്നുണ്ടോ ഈ കുട്ടിയെ വിളിച്ചോണ്ട്? എനിക്ക് എന്റെ അച്ഛനെ അമ്മു, എന്തായത്? ഇല്ല, പോവില്ല. അച്ഛനെ കാണണം. നീ പുറത്തേക്ക് പോകണേ, പിന്നെ കാണിക്കാം. എന്റെ അച്ഛനെ കാണണം എനിക്ക്. മോള് വാ. വാ മോളെ. അച്ഛനെ മോള് വന്നേ. വാ മോളെ, പിന്നെ കാണിക്കാം. വാ വന്നേ. വാ മോളെ. ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. ആ കുട്ടിക്ക് അയാളല്ലാതെ മറ്റാരുമില്ല. ഇനി ആ കുട്ടിയുടെ കാര്യം എന്താവുമെന്നറിയില്ല. നിങ്ങളൊക്കെ സൈനികരല്ലേ, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ സെന്റിമെന്റൽ ആകുന്നത്? ശരിയാണ്. ഒരു കൊലയാളിയായ കുറ്റവാളിയോട് ഇതിൽ കൂടുതൽ അനുകമ്പ കാണിക്കേണ്ട കാര്യമില്ല.
ഒരു സൈനികന് വേണ്ടത് കർക്കശമായ ആത്മധൈര്യമാണ്. സൈനികൻ ദുർബലനായാൽ ആ രാജ്യം തന്നെയാണ് ദുർബലമാകുന്നത്. നമുക്ക് എന്തിനേയും നേരിടാനുള്ള മനക്കരുത്താണ് ആവശ്യം. സർ, Yes. Sit down. रामचंद्र ने हाजिराकू. Please sit down. Sir. Major Ajay Puri. Sir, you are the government leader. Court-martial നടപടികൾ തുടങ്ങാം. Sir. സർ, ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജവാൻ രാമചന്ദ്രൻ ജൂൺ 10-ാം തീയതി രാത്രി 9 മണിക്ക് ഗാർഡ് ജംഗ്ഷനിലൂടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന 2 ഓഫീസേഴ്സിന് നേരെ സർവീസ് റൈഫിൾ ഉപയോഗിച്ച് നിറയൊഴിച്ചു. ക്യാപ്റ്റൻ മോഹൻ വർമ്മയും ക്യാപ്റ്റൻ കപൂറുമായിരുന്നു ആ ഓഫീസർമാർ. സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ ക്യാപ്റ്റൻ മോഹൻ വർമ്മ മരണമടയുകയും ക്യാപ്റ്റൻ കപൂറിന് ഇടത് തോളിന് വെടിയേൽക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ക്യാപ്റ്റൻ കപൂറിനെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഉടനെ എത്തിക്കുവാനായതിനാലും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തി വെടിയുണ്ട റിമൂവ് ചെയ്തതിനാലും മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. നീണ്ട ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ക്യാപ്റ്റൻ കപൂർ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നത്. മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2 ഇഞ്ച് താഴെ ഹൃദയത്തിൽ വെടിയേറ്റിരുന്നുവെങ്കിൽ ക്യാപ്റ്റൻ കപൂർ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഉണ്ടാവില്ലായിരുന്നു. എന്നുവെച്ചാൽ ജവാൻ രാമചന്ദ്രൻ ഈ 2 ഓഫീസർമാരെയും വധിക്കാൻ കരുതിക്കൂട്ടി നിറയൊഴിക്കുകയായിരുന്നു. ഇന്ത്യൻ ആർമി ആക്ട് 69, ഇന്ത്യൻ പീനൽ കോഡ് 302 വകുപ്പുകൾ പ്രകാരം ജവാൻ രാമചന്ദ്രനെ കോർട്ട് മാർഷലിന് വിധേയനാക്കുകയാണ്. ബോധപൂർവം കരുതിക്കൂട്ടി വധിച്ചതിന്റെ കോർട്ട് മാർഷൽ. ദാറ്റ്സ് ഓൾ സർ. രാമചന്ദ്രൻ. സർ. ബോധപൂർവം ക്യാപ്റ്റൻ വർമ്മയെ വധിക്കുകയും ക്യാപ്റ്റൻ കപൂറിനെ വധിക്കാനുള്ള ശ്രമത്തിൽ ആക്രമിച്ചതിനുമാണ് ഈ ജനറൽ കോർട്ട് മാർഷൽ. എന്താ നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഈ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? വാട്ട് ഡു യു സേ? ഗിൽറ്റി ഓർ നോട്ട് ഗിൽറ്റി? ഗിൽറ്റി ഓർ നോട്ട് ഗിൽറ്റി? സർ. സർ. ഇരിക്കൂ രാമചന്ദ്രൻ. സർ. സർക്കാർ വക്കീലിന് ഒന്നാം സാക്ഷിയെ ഹാജരാക്കാം. മേജർ അജയ് പുരി.
സർ. You can proceed now. സർ. സർ, Yes, Captain Vikas Rai. What's your problem? മേജർ അജയ് പുരിയുടെ സാക്ഷി വിസ്താരത്തിന് മുമ്പ് എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. കോർട്ട് മാർഷൽ തുടങ്ങുന്നതിന് മുമ്പ് വികാസ് റായുടെ വിയോജിപ്പും തുടങ്ങിയല്ലോ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മേജർ അജയ് പുരി 2 പ്രാവശ്യം ജവാൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? ജവാൻ രാമചന്ദ്രൻ എന്നല്ല, സവാർ രാമചന്ദ്രൻ എന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. What do you mean? രാമചന്ദ്രൻ സേനയിൽ ജവാനായിരുന്നു. ജവാൻ എന്ന് വിളിച്ചാലും സവാർ എന്ന് വിളിച്ചാലും എന്ത് വ്യത്യാസം? വ്യത്യാസം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അങ്ങ് ഇൻഫൻട്രിയുടെ കേണലാണല്ലോ. എനിക്കങ്ങേ മെഡിക്കൽ കേണൽ എന്ന് വിളിക്കാമോ? ആംഡ് ഫോഴ്സസിലെ സവാറാണ് രാമചന്ദ്രൻ. അതിനാൽ സവാർ എന്ന് തന്നെ പറയണം, ജവാൻ എന്നല്ല. ഈസ് ഇറ്റ് കറക്റ്റ് സർ? Yeah. ക്യാപ്റ്റൻ വികാസ് റോയ് പറയുന്നത് ശരിയാണ്. ഗവൺമെന്റ് പ്ലീഡർ രാമചന്ദ്രനെ സവാർ എന്ന് തന്നെ പറയണം, ജവാൻ എന്നല്ല. യു ആർ കറക്റ്റ് ക്യാപ്റ്റൻ റോയ്. താങ്ക് യു സർ. ടെക്നിക്കലായി എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാട്ടി കോർട്ട് മാർഷൽ വിസ്താരം നീട്ടിക്കൊണ്ടുപോകാനാണോ ഡിഫൻസ് കൗൺസിൽ ശ്രമിക്കുന്നത്? സാങ്കേതികം പദവിയുടെ മൂല്യത്തെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് സാങ്കേതികമാവുന്നത്? തന്നെയുമല്ല, ഞാൻ എന്തിനെ തെറ്റ് ചൂണ്ടിക്കാട്ടണം, അതും അങ്ങേ പോലുള്ള സീനിയർ ഓഫീസേഴ്സ് ഇവിടെ ഉള്ളപ്പോ? ഒരു കാര്യം, ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നത് വെറും ടെക്നിക്ക് അനുസരിച്ചല്ല, ജീവിതത്തിനും മരണത്തിനും അപ്പുറം സത്യം എന്താണോ അതനുസരിച്ചാണ്. പിന്നെ സത്യം എപ്പോഴും സ്വയം പ്രത്യക്ഷപ്പെടും, ഒരിക്കലും വഴിതെറ്റില്ല, ഒരിക്കലും. ക്യാപ്റ്റൻ റോയ്, സർ, ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് കോർട്ട് മാർഷലാണ്, നാടകമല്ല. വെറുതെയുള്ള വാദപ്രതിവാദങ്ങളും വിയോജിപ്പുകളും ഉന്നയിച്ച് കോർട്ടിന്റെ സമയം നഷ്ടപ്പെടുത്താൻ ആർക്കും അധികാരമില്ല. യു അണ്ടർസ്റ്റാൻഡ്? രാമചന്ദ്രന്റെ കോർട്ട് മാർഷൽ മാത്രം സംസാരിച്ചാൽ മതി. ആൻഡ് ഇസ് ദാറ്റ് ക്ലിയർ ടു എവറിബഡി? ഈ കോർട്ട് മാർഷലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ഞാനാണ്, കേണൽ സൂരജ് സിംഗ്. ഡോണ്ട് യു എവർ ഫോർഗെറ്റ് ദാറ്റ്. സർ, എന്റെ വിയോജിപ്പ് അഡ്വക്കേറ്റ് ജഡ്ജ് ശരിയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. സോ വാട്ട്? ശരിയായ വിയോജിപ്പ് സമയം നഷ്ടപ്പെടുത്തലായി അങ്ങ് കാണുന്നത് വളരെ കഷ്ടമാണ്. I stick to what I say. ഞാൻ വെറുതെ കോടതിയുടെ സമയം കളയുന്നു എന്നാണോ അങ്ങ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് എന്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിയോഗിക്കാം. Don't threaten me. എല്ലാവർക്കും അറിയാം കൊല ചെയ്ത ഈ രാമചന്ദ്രനാണെന്ന്. പത്രങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞു. രാമചന്ദ്രനാണെങ്കിൽ കുറ്റം സമ്മതിച്ചും കഴിഞ്ഞു. മാത്രമല്ല, എനിക്കറിയാം, നിങ്ങൾക്കറിയാം, ഈ കോർട്ടിലെ എല്ലാവർക്കും അറിയാം, ഈ ലോകത്തിൽ മുഴുവനും അറിയാം കൊല ചെയ്ത രാമചന്ദ്രനാണെന്ന്. പിന്നെ അയാളെ ജവാൻ എന്ന് വിളിച്ചാൽ എന്ത്, സവാർ എന്ന് വിളിച്ചാൽ എന്ത്? സർ, അങ്ങ് ഈ കേസിന്റെ വാദം കഴിയുന്നതിന് മുമ്പ് തന്നെ കൊലയാളി ആരാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഈ കോർട്ട് മാർഷൽ? ഈ കളിയുടെ ആവശ്യമെന്ത്? ക്യാപ്റ്റൻ വികാസ് റായ്, യൂസ് പ്രോപ്പർ ലാംഗ്വേജ്. പത്രങ്ങളിൽ വരുന്ന വാർത്ത ഒന്നും താങ്കൾ വായിക്കാറില്ലെന്ന് തോന്നുന്നു. പത്രങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം സത്യമാവണമെന്നില്ല. പത്രങ്ങൾ കള്ളം പറയുന്നു എന്നാണോ? പത്രവാർത്തകൾ പറയുന്ന സത്യം നിയമത്തിന് ബാധകമല്ല. മറിച്ച് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി കുറ്റവാളിയാണോ അല്ലയോ എന്നത് കോടതി വിധിക്ക് ശേഷം മാത്രം തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് അയാൾ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു അക്യൂസ്ഡ് മാത്രമാണ്. സർ, nowadays newspapers don't give news. They express just their views. You please sit, Captain Roy. Sir. Government pleader. സർ. You can kindly proceed. ഒന്നാം സാക്ഷിയെ ഹാജരാക്കാം. യെസ് സർ. സർ, ഈ കേസിലെ ഒന്നാം സാക്ഷി റെജിമെന്റിലെ സുബേദാർ ബൽവാൻ സിംഗ്. സുബേദാർ ബൽവന്ത് സിംഗ്. സർ. ഈ സംഭവം നടന്ന ജൂൺ 10-ാം തീയതി രാത്രി 9 മണിക്ക് താങ്കൾ എവിടെയായിരുന്നു സുബേദാർ സാബ്? സാർ, ഞാനപ്പോൾ റെജിമെന്റിലെ ഗാർഡ് ഹൗസിനടുത്തായിരുന്നു. രാത്രിയിൽ താങ്കൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അന്ന് നിങ്ങൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു? അന്നേ ദിവസം എനിക്ക് ഡേ ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. വീട്ടിനുള്ളിൽ നല്ല ചൂടായിരുന്നതിനാൽ മൈതാനത്ത് ഹവിൽദാർ രാജസിംഗിനോടൊപ്പം നടക്കുകയായിരുന്നു. അന്ന് രാത്രി ഗാർഡ് ഡ്യൂട്ടിയിൽ ആരായിരുന്നു? സോറി സാർ, സവാർ രാമേന്ദ്രൻ. അന്ന് രാത്രി താങ്കൾ എന്താണ് അവിടെ കണ്ടത്? സാർ, ഞാൻ പറഞ്ഞല്ലോ കറണ്ട് ഇല്ലായിരുന്നെന്ന്. അതിനാൽ ഒന്നും വ്യക്തമായി കണ്ടില്ല. ഒന്നും കണ്ടില്ലെന്നോ?
അന്ന് രാത്രി താങ്കൾ കണ്ണട വെച്ചിരുന്നില്ലേ? എൻ്റെ കണ്ണ് 100% ക്ലിയറാണ്. ഞാൻ കണ്ണട വെക്കാറില്ല. പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ വ്യക്തമായി ഒന്നും കണ്ടില്ലെന്ന്. സോറി സാർ, അപ്പോൾ കറണ്ട് ഇല്ലായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സുബേദാർ ബൽവാൻ സിംഗ്, കറണ്ട് പോയിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. എങ്കിലും അന്ന് പൗർണമി ആയിരുന്നല്ലോ. അതെ, പൗർണമിയായിരുന്നു. ആ, താങ്കളാണെങ്കിൽ ഗാർഡ് ഹൗസിൽ നിന്നും കഷ്ടിച്ച് 100 മീറ്റർ ദൂരെ നടക്കുകയായിരുന്നു. പൂർണ്ണചന്ദ്രന്റെ പ്രകാശത്തിൽ 400 മീറ്റർ വരെയെങ്കിലും വ്യക്തമായി കാണാൻ കഴിയുകയില്ലേ? ശരി, പോട്ടെ. എന്താണ് കണ്ടത്? ഒരു മോട്ടോർ സൈക്കിൾ ഗാർഡ് ഹൗസിനടുത്തുകൂടി പോയത് കണ്ടു. മോട്ടോർ സൈക്കിളിൽ എത്ര പേരുണ്ടായിരുന്നു? 2 പേർ. അവർ ഹെൽമെറ്റ് ധരിച്ചിരുന്നോ? ഇല്ല. ആ, താങ്കൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞു കാണുമല്ലോ. യെസ് സാർ. ക്യാപ്റ്റൻ വർമ്മയാണ് മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്നത്. ക്യാപ്റ്റൻ കപൂർ അദ്ദേഹത്തിന് പിന്നിൽ ഇരിക്കുകയായിരുന്നു. ഇത്രയും അകലെ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്ന സ്വന്തം റെജിമെന്റിലെ 2 ഓഫീസർമാരെ താങ്കൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളെയും തിരിച്ചറിഞ്ഞു കാണും, ഇല്ലേ? അതെ സാർ. ഓക്കെ, ആരായിരുന്നു ഡ്യൂട്ടിയിൽ? സവാർ രാമേന്ദ്രൻ. എന്താണ് അവിടെ നടന്നത്? മോട്ടോർ സൈക്കിൾ ഗാർഡ് ഹൗസിനടുത്ത് എത്തിയതും രാമചന്ദ്രൻ വെടിവെക്കുകയായിരുന്നു. ആദ്യത്തെ വെടി ക്യാപ്റ്റൻ വർമ്മക്കാണ് ഏറ്റത്. ബാലൻസ് പോയ മോട്ടോർ സൈക്കിൾ റോഡിന് താഴെ ഇറങ്ങി അടുത്തുള്ള ഒരു മരത്തിലിടിച്ച് വീണു. ഓക്കെ. അപ്പോൾ രാമചന്ദ്രൻ 2ാമത്തെ വെടി വെച്ചു. പിന്നെന്തുണ്ടായി? 2ാമത്തെ വെടി ക്യാപ്റ്റൻ കപൂറിന്റെ ഇടത് തോളിന്റെ താഴെയാണ് കൊണ്ടത്. രാമചന്ദ്രൻ വീണ്ടും റൈഫിൾ ഉയർത്തി വെടിവെക്കാൻ. അപ്പോഴേക്ക് ഞാനും ഹവീൽദാർ രാജ് സിംഗും ഓടി എത്തിക്കഴിഞ്ഞിരുന്നു. ഞങ്ങൾ അയാളെ പുറകിൽ നിന്ന് പിടിച്ചു. താങ്കൾ രാമചന്ദ്രനെ പിടിക്കുമ്പോൾ അയാൾ റൈഫിൾ ഉയർത്തിയത് ആരെ വെടിവെക്കാനായിരുന്നു? മുറിവേറ്റ ക്യാപ്റ്റൻ കപൂറിനെ. എന്നുവെച്ചാൽ താങ്കൾ രാമചന്ദ്രനെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇയാൾ മുറിവേറ്റ ക്യാപ്റ്റൻ കപൂറിനെയും വെടിവെച്ച് കൊല്ലുമായിരുന്നു. അതെ സാർ. അതിനുശേഷം എന്തുണ്ടായി? വെടിശബ്ദം കേട്ട് ബാരക്കിൽ നിന്നും കുറേ അധികം സൈനികർ ഓടി വന്ന് രാമചന്ദ്രനെ പിടിക്കാൻ സഹായിച്ചു. അപ്പോഴെല്ലാം രാമചന്ദ്രൻ ഉറക്കെ അലറി പറയുന്നുണ്ടായിരുന്നു, ഞാനാ വെടിവെച്ചത്, എനിക്ക് ക്യാപ്റ്റൻ കപൂറിനെയും കൊല്ലണം, എന്നെ വിടൂ, എന്നെ വിടൂ എന്ന്. എന്നിട്ട്? അപ്പോഴേക്കും ഞങ്ങൾ രാമചന്ദ്രന്റെ റൈഫിൾ തട്ടിത്തെറിപ്പിച്ചു. നിങ്ങൾ രാമചന്ദ്രനെ ബന്ധിച്ചോ? ഞങ്ങൾ 4-5 പേർ ഒന്നിച്ച് പിടിച്ചിട്ടും അയാളെ ബന്ധിക്കാൻ പ്രയാസപ്പെട്ടു. എനിക്കറിയില്ല അന്ന് രാത്രി രാമചന്ദ്രൻ എങ്ങനെ ഇത്രയും ശക്തി കിട്ടിയെന്ന്. ഈശ്വരന് മാത്രം അറിയാം. സർ, എനിക്കിനി ഒന്നും ചോദിക്കാനില്ല. ഓക്കെ മേജർ പൂരി. താങ്ക് യു സർ. ക്യാപ്റ്റൻ വികാസ് റായ്, താങ്കൾക്ക് ഇനി സാക്ഷിയെ വിസ്തരിക്കാം. യെസ് സർ. സുബേദാർ സാർ, സർ, താങ്കൾക്ക് രാമചന്ദ്രനെ എത്ര കാലമായിട്ട് അറിയാം? കഴിഞ്ഞ കുറേ വർഷമായിട്ട് ട്രെയിനിങ് സെന്ററിൽ നിന്നും എൻ്റെ റെജിമെന്റിലാണ് ഇയാൾ വന്നത്. അന്ന് മുതൽ അറിയാം. ഈ 3 വർഷത്തിനിടയ്ക്ക് രാമചന്ദ്രൻ ആരോടെങ്കിലും വഴക്ക് കൂടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. തീർച്ചയായും. തീർച്ച. രാമചന്ദ്രൻ ആരോട് തർക്കിച്ചിട്ടും കാര്യമില്ല. ആരെങ്കിലും ഇയാൾക്കെതിരെ ഒരു റിപ്പോർട്ടോ പരാതിയോ തന്നിട്ടുണ്ടോ? ഇല്ല, ഇയാളൊരു പാവമായിരുന്നു, വെറും ഒരു ഓർഡർ. ശരി. താങ്കളോ മറ്റേതെങ്കിലും ഒരു ഓഫീസറോ കൊടുക്കുന്ന ഡ്യൂട്ടി ചെയ്യാൻ മടിയോ അശ്രദ്ധയോ ഈ രാമചന്ദ്രൻ എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല. രാമചന്ദ്രൻ അയാൾക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി കൃത്യമായി ചെയ്തിരുന്നു. അയാൾക്കെതിരെ ഒരു പരാതിയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അന്തരിച്ച ക്യാപ്റ്റൻ മോഹനവർമ്മയോ മുറിവേറ്റ ക്യാപ്റ്റൻ കപൂറോ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ ഇയാൾക്കെതിരെ ഒരു പരാതി? അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ ചെറിയൊരു ശിക്ഷയെങ്കിലും ഇയാൾക്ക് എപ്പോഴെങ്കിലും നൽകേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെയെങ്കിൽ രാമചന്ദ്രൻ ക്യാപ്റ്റൻ മോഹനവർമ്മയെ വധിക്കുകയും ക്യാപ്റ്റൻ കപൂറിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്തിന്? അതെനിക്കെങ്ങനെ അറിയാം? ഞാൻ കണ്ടത് പറഞ്ഞു. കാണുന്നത് മാത്രമല്ല സത്യം സുബേദാർ സാർ. സത്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കണ്ണുകൊണ്ട് കാണുന്നത് എപ്പോഴും സത്യമായിരിക്കും. എങ്കിൽ താങ്കൾ ഇപ്പൊ ഇരിക്കുന്ന ഈ സ്ഥലം ഇളകുന്നുണ്ടോ? ഇല്ല. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന സത്യം എല്ലാവർക്കും അറിയാം. താങ്കൾ അത് കാണുന്നില്ല. അതിനാൽ അത് സത്യമല്ലാതാകും. ഭൂമിയുടെ കറക്കവും ഈ കോർട്ട് മാർഷലും തമ്മിൽ എന്ത് ബന്ധം ക്യാപ്റ്റൻ വികാസ് റോയ്? ക്യാപ്റ്റൻ റോയ് മനഃപൂർവ്വം സാക്ഷിയെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ട്രയലുമായി ഈ ചോദ്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. മേജർ അജയ് പൂരി ഈസ് റൈറ്റ് ക്യാപ്റ്റൻ റോയ്. കോർട്ടിന്റെ ടൈം വേസ്റ്റ് ആക്കാനുള്ള അധികാരം ആർക്കുമില്ല. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുള്ളതാണ്. യെസ് സർ. സമയം വിലപിടിച്ചതാണ്.
ഒരു ജീവനേക്കാൾ വില പിടിച്ച്. പക്ഷേ സത്യവും സമയവും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ട്രൂത്ത് ഇസ് ഓൾവേസ് ദ ചൈൽഡ് ഓഫ് ദ ഫ്യൂച്ചർ. സത്യം കണ്ണുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ റോയ്, സർ. സാക്ഷിയോട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതാകാം. സർ, സംഭവം നടന്നു എന്ന് പറയുന്ന രാത്രിയിലെ രഹസ്യ സൂചനാ പദം എന്തായിരുന്നു? അതെന്താണ് സാർ? മനസ്സിലായില്ല. സീക്രട്ട് പാസ്വേഡ്. ഇത്രയും ദുരൂഹമായ ഭാഷയിൽ സംസാരിക്കുന്നത് എന്തിനാണ് ക്യാപ്റ്റൻ റായ്? പാസ്വേഡ് എന്ന് പറഞ്ഞാൽ പോരെ? സുബേദാർ സാർ, അത് തന്നെ വീണ്ടും ചോദിക്കുന്നു. അന്ന് രാത്രിയിലെ പാസ്വേഡ് എന്തായിരുന്നു? ഞാൻ ഓർക്കുന്നില്ല സാർ. വേണമെങ്കിൽ രജിസ്റ്റർ എന്നൊക്കെ പറയാം. സാരമില്ല. ക്ലർക്കിനോട് ചോദിച്ചു പറയാം. ഹേയ്, ഓരോ ദിവസവും ഓരോ പാസ്വേഡ് ഉണ്ടാവും. മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു പാസ്വേഡ് മറന്നു പോകുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ഞാൻ തന്നെ പറയാം. ആ രാത്രിയിലെ പാസ്വേഡ് കറുത്ത ചന്ദ്രൻ എന്നായിരുന്നു. പ്ലീസ്. യു ആർ കറക്റ്റ് ക്യാപ്റ്റൻ റായ്. പാസ്വേഡ് കർത്തചന്ദ്രൻ എന്നായിരുന്നു. യു മേ പ്രൊസീഡ്. താങ്ക് യു സർ. അന്ന് രാത്രി അങ്ങ് അകലെ കൂടി മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോയ 2 ഓഫീസർമാരെ താങ്കൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ രാമചന്ദ്രനും അവരെ തിരിച്ചറിഞ്ഞു കാണും, അല്ലേ? അതെ സാർ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓഫീസർമാരെ തിരിച്ചറിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കരുതെന്ന വല്ല നിർദ്ദേശവും താങ്കൾ സൈനികർക്ക് നൽകിയിട്ടുണ്ടോ? ഇത്തരം നിർദ്ദേശം കൊടുക്കാൻ ഞാൻ ആരാ? റൂൾ ഈസ് റൂൾ. ഏതവസ്ഥയിലും ഗാർഡ് തടഞ്ഞു നിർത്തുകയും പാസ്വേഡ് ചോദിക്കുകയും ചെയ്യണം. ഓക്കെ. അന്ന് രാത്രി രാമചന്ദ്രൻ ഈ ഓഫീസർമാരെ തടഞ്ഞു നിർത്തുകയോ പാസ്വേഡ് ചോദിക്കുകയോ ചെയ്തിരിക്കുമോ? ഇല്ല സാർ. പാസ്വേഡും ചോദിച്ചില്ല, ചലഞ്ചും ചെയ്തില്ല. ഞാൻ കണ്ടതാണ്. കണ്ടതിനെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, കേട്ടതിനെക്കുറിച്ച്. കേട്ടതാണ് എനിക്കറിയേണ്ടത്. രാമചന്ദ്രൻ ചലഞ്ച് ചെയ്തോ? ഞാൻ കേട്ടില്ല. പിന്നെ ചലഞ്ച് ചെയ്തോ എന്ന് ഞാൻ എങ്ങനെ പറയും? അപ്പൊ താങ്കൾ കേട്ടില്ല, അതാണ് സത്യം. പക്ഷെ സാർ, ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ശബ്ദം കേൾക്കുകയാണ്, കാണുകയല്ല. കണ്ണുകൊണ്ടത് കേൾക്കാനാവില്ല. ഒന്നുകൂടി ഞാൻ പറയാം. മോട്ടോർ സൈക്കിളിന്റെ ശബ്ദമുണ്ടായിരുന്നത് കൊണ്ട് രാമചന്ദ്രൻ ചലഞ്ച് ചെയ്തോ എന്ന് താങ്കൾക്ക് കേൾക്കാനാവില്ല. മാത്രവുമല്ല, സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് 500 മീറ്റർ അകലെയായിരുന്നില്ലേ താങ്കൾ? അല്ല, ഞാൻ 100 മീറ്റർ അകലെയായിരുന്നു. മേജർ അജയ്പുരി ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, 100 മീറ്റർ അകലെയാണെന്ന്. താങ്കൾ അളന്നു നോക്കിയ? പറയണം സാർ, അളന്നു നോക്കിയോ ഇല്ലേ? ഇല്ല. എങ്കിൽ ഞാൻ അളന്നു നോക്കി. താങ്കൾ 510 മീറ്റർ അകലെയാണ് നിന്നിരുന്നത്. സ്പോട്ടിൽ നിന്ന് ഇത്രയും ദൂരെ നിന്നാൽ അവിടെ നടക്കുന്നതൊന്നും വ്യക്തമായി കാണില്ല, കേൾക്കില്ല. അതുകൊണ്ട് തന്നെ രാമചന്ദ്രൻ ചലഞ്ച് ചെയ്തോന്ന് താങ്കൾക്ക് വ്യക്തമായി പറയാനാവില്ല. സർ, ക്യാപ്റ്റൻ റോയ് സാക്ഷിയെ മനഃപൂർവ്വം കൺഫ്യൂഷനിലാക്കുകയാണ്. മോട്ടോർ സൈക്കിളിലിരുന്ന ഓഫീസർമാരെ രാമചന്ദ്രൻ തിരിച്ചറിഞ്ഞു എന്നത് സമ്മതിച്ചതാണ്. പിന്നെന്തിനാണ് ചാലഞ്ചിന്റെ കാര്യം പിന്നെയും ചോദിക്കുന്നത്? എന്റെ ചോദ്യം ചെയ്യലിനെ തടസ്സപ്പെടുത്താനും ചോദ്യങ്ങൾ ഏത് രീതിയിൽ ചോദിക്കണമെന്ന് എന്നോട് നിർദ്ദേശിക്കാനും താങ്കൾക്കാരാണ് അധികാരം തന്നത്. ആ അധികാരം പ്രിസൈഡിംഗ് ഓഫീസർക്ക് മാത്രമുള്ളതാണ്. ക്യാപ്റ്റൻ റായ്, യു മേ പ്രൊസീഡ്. താങ്ക് യു സർ. മറ്റൊരു കാര്യം കൂടി. ആരാണ് എന്ന ഗാർഡിന്റെ ചലഞ്ച് കേട്ട ശേഷവും കേൾക്കുന്നയാൾ അവിടെ നിന്നില്ലെങ്കിലോ? ക്യാപ്റ്റൻ റോയ് പ്രശ്നങ്ങളെ തെറ്റായി വളച്ചൊടിക്കുന്നു. സംഭവിക്കാത്ത കാര്യങ്ങളെപ്പറ്റി എന്തിനാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അന്ന് രാത്രി രാമചന്ദ്രൻ ഈ ഓഫീസർമാരെ ചലഞ്ച് ചെയ്തുവെന്ന് എവിടെയാണ് തെളിഞ്ഞത്? പാസ്വേഡ് ചോദിച്ചുവെന്ന് സാക്ഷിക്ക് എങ്ങനെ പറയാൻ പറ്റും? മേജർ അജയ്പുരി, അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സാക്ഷിക്ക് കേൾക്കാത്ത കാര്യം എങ്ങനെ പറയാൻ സാധിക്കും? യു ആർ ട്രൈങ് ടു കൺഫ്യൂസ് ദ വിറ്റ്നസ്. സർ, എനിക്ക് ഈ കോടതിയോടൊരു അപേക്ഷയുണ്ട്. ഇന്ന് രാത്രി 9 മണിക്ക് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകണം. സുബേദാർ നിന്നിടത്ത് ജഡ്ജസ് നിൽക്കണം. ആരെങ്കിലും മോട്ടോർ സൈക്കിൾ ഓടിച്ച് ഗാർഡ് റൂമിന് അടുത്തെത്തുമ്പോൾ ഗാർഡ് ചലഞ്ച് ചെയ്യണം. അപ്പം മനസ്സിലാക്കാൻ കഴിയും കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. തീർച്ചയായും കേൾക്കില്ല. ഞാൻ തറപ്പിച്ച് പറയുന്നു, കേൾക്കാൻ കഴിയില്ല. ഇത് മനസ്സിലായത് കൊണ്ട് എന്ത് പ്രയോജനം? രാമചന്ദ്രൻ വെടിവെച്ചില്ല എന്ന് വരുമോ? സർ, രാമചന്ദ്രൻ വെടിവെച്ചില്ലെന്ന് ഞാൻ എങ്ങനെ പറയും? അത് അയാൾ സമ്മതിച്ചു കഴിഞ്ഞതല്ലേ. പിന്നെ എന്താവശ്യത്തിനാണ് അവിടെ പോകുന്നത്? ഗാർഡ് ചലഞ്ച് ചെയ്തിട്ടും ദം പറഞ്ഞിട്ടും നിന്നില്ല എങ്കിൽ അവരാരായിരുന്നാലും ഗാർഡിന് വെടിവെക്കാനുള്ള അധികാരമുണ്ട്. ഈ സൈനിക നിയമം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.
Captain Vikas Rai, സർ. don't try to teach the court the army law. ഐ എം സോറി സർ. നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കുവാണോ? എന്നെ? സർ, യെസ്. ആക്ച്വലി ഈസ് റൈറ്റ് സർ. ഈ കോർട്ടിൽ ഒളിച്ചും പതുങ്ങിയും ഒന്നും നടക്കില്ല. അങ്ങ് എഴുതി തന്ന എന്താണെന്ന് ഓർക്കെ പറയൂ. സർ, ഗാർഡ് ചാലഞ്ച് ചെയ്തിട്ടും ഓഫീസർമാർ നിന്നില്ലെങ്കിൽ ആർമി ലോ അനുസരിച്ച് അവരെ വെടിവെക്കാനുള്ള അധികാരം അയാൾക്കുണ്ട്. ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഓപ്പൺ ഫയർ ആൻഡ് കിൽ. സർ, ഈ നിയമം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ യുദ്ധകാലത്താണ് ഈ നിയമം കർശനമായി പാലിക്കപ്പെടുന്നത്. ഡോണ്ട് ടോക്ക് റബിഷ്. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും കാലങ്ങളിൽ നിയമങ്ങൾ വേറെ ആവുന്നില്ല. A law is a law. War or no war. സർ, സംഭവ സ്ഥലത്ത് നമുക്കിപ്പോൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഡിഫൻസ് കൗൺസിൽ കേസിനെ തെറ്റായ ദിശയിൽ കൊണ്ടുപോവുകയാണ്. ഈ കുറ്റം ചെയ്തുവെന്നും അതും ബോധപൂർവമായിരുന്നുവെന്നും രാമചന്ദ്രൻ സ്വയം സമ്മതിച്ചു കഴിഞ്ഞതിന് ശേഷം ചാലഞ്ചിനും മറ്റും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം? സംഭവ സ്ഥലത്ത് എന്തുകൊണ്ട് പോയിക്കൂടാ? ഈ കോർട്ട് മാർഷൽ സത്യം അറിയാനാണ്, സത്യം മറയ്ക്കാനല്ല. സംഭവ സ്ഥലത്ത് കോർട്ട് പോവും. ദ കോർട്ട് വിൽ ഗോ ടു ദ സ്പോട്ട്. അയാളുടെ ചാലഞ്ചിൽ ഓഫീസർ നിന്നില്ല, പാസ്വേഡ് പറഞ്ഞില്ല, ഐഡന്റിറ്റി കാർഡ് കാണിച്ചില്ല എന്നൊക്കെ തെളിയിക്കാൻ. മിസ്റ്റർ ജഡ്ജ് അഡ്വക്കേറ്റ്, എന്ത് വന്നാലും രാമചന്ദ്രനെ തൂക്കിലേറ്റിയേ തീരുമെന്ന് ഈ കോടതി എന്നാണ് തീരുമാനിച്ചത്? എന്നാലും സാർ. എന്നാലും എന്താ? ആരാണ് ഈ കോർട്ടിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ? ഞാനോ അതോ താങ്കളോ? ക്യാപ്റ്റൻ റായ്. യെസ് സർ. ഇന്ന് രാത്രി 9 മണിക്ക് കോർട്ട് സംഭവ സ്ഥലത്തേക്ക് പോകും. സംഭവം അതേപോലെ പരീക്ഷിക്കുകയും ചെയ്യും. രാമചന്ദ്രൻ ചാലഞ്ച് ചെയ്തോ ഇല്ലയോ എന്ന് അപ്പം മനസ്സിലാവും. അങ്ങനെ വന്നാൽ രാമചന്ദ്രന് ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കോടതി സംഭവ സ്ഥലത്ത് പോയി വിലയേറിയ സമയം നഷ്ടപ്പെടുത്തണമെന്ന അഭിപ്രായം എനിക്കില്ല. രാമചന്ദ്രൻ ഇതേപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചറിയണം. രാമചന്ദ്രൻ. സർ, രാമചന്ദ്രൻ അന്ന് ഓഫീസേഴ്സിനോട് ചാലഞ്ച് ചെയ്തുവോ? ചാലഞ്ച് ചെയ്യാതെയാണ് ഞാൻ വെടിവെച്ചത്. The court may note Ramachandran's confession. He fired without challenging. Sit down, Captain B.D. Kapoor. Who the hell made you the procedurer? Sit down. Sit down, Ramachandran. Sir. You may proceed, Captain Rai. രാമചന്ദ്രനെ തൂക്കിലേറ്റാൻ താങ്കൾക്ക് എന്തിനാണ് ഇത്ര ധൃതി? ഞാൻ താങ്കളെ വിസ്തരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഉത്തരം വേണ്ടി വരും. സർ, ചലഞ്ച് ചെയ്യാതെയാണ് രാമചന്ദ്രൻ വെടിവെച്ചതെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് എനിക്കിനി ഇദ്ദേഹത്തോടൊന്നും ചോദിക്കാനില്ല. പക്ഷെ ഒരു ചോദ്യം ബാക്കി. എന്തിന് കൊന്നു? സത്യം ഇരുട്ടിന്റെ ഏതോ കോണിൽ പതുങ്ങിയിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കണം. Why did he kill? Thank you, sir. സുബേദാർ ബൽവന്ത് സിംഗ്. സർ. താങ്കൾക്ക് തിരിച്ചു പോവാം. സർ. The court will now recess. 10-minute break. Captain Rai. Yes, sir. ചാലഞ്ച് ചെയ്യാതെയാണ് വെടിവെച്ചതെന്ന് സൂചന താങ്കൾ രാമചന്ദ്രൻ എന്തിനാണ് കൊടുത്തത്? അയാളുടെ കഴുമരത്തിന്റെ കുരുക്ക് ഒന്നുകൂടെ മുറുകിയില്ലേ? സർ, ഏതെങ്കിലും ടെക്നിക്കലായ കാര്യത്തിലൂടെ രാമചന്ദ്രനെ രക്ഷിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. What do you mean? അയാൾ വെടിവെച്ചു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അയാൾ തന്നെ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഈ കോടതിയിൽ. പ്രശ്നം അതല്ല, എന്തിനാണ് അയാൾ വെടിവെച്ചത് അതറിയാനാണ് എന്റെ ശ്രമം. Don't you want to save him? നോ സർ, ഞാൻ രാമചന്ദ്രനെ രക്ഷിക്കാനല്ല വന്നത്. ഐ എം സോറി. അയാളെ ഇനി ആർക്കും രക്ഷിക്കാനാവില്ല. എങ്കിലും ശ്രമിക്കാമല്ലോ. സർ, രാമചന്ദ്രന്റെ ജീവനേക്കാൾ വിലയുള്ള മറ്റൊന്നിനെയാണ് ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. സത്യം, മൂല്യം. നിങ്ങളാരാ? വക്കീലോ
അതോ സത്യാന്വേഷിയോ? ഞാൻ സത്യത്തിന്റെ ആത്മാവ് തേടുകയാണ് ചെയ്യുന്നത്. ഓ, അതുകൊണ്ട് ഞാൻ ആത്മാവിന്റെ വേട്ടക്കാരനാണ്. ഹണ്ടർ ഓഫ് ദ സോൾ. ഹണ്ടർ ഓഫ് ദ സോൾ? വാട്ട് കൈൻഡ് ഓഫ് എ ലാംഗ്വേജ് ഇസ് ഇറ്റ് ആൻഡ് വാട്ട് ദ ഹെൽ ഡസ് ഇറ്റ് മീൻ? അത് പറഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവില്ല സർ. Okay. Thanks a lot. You can go, Mr. Hunter of the Soul. താങ്ക് യു സർ. സർ, Yes. വികാസ് റോയിയെ സൂക്ഷിക്കണം. ശരവേഗത്തിലും തലനാരിഴ വലിച്ചു കീറുന്നത് പോലെയാണ് അയാൾ വാക്കുകൾ പ്രയോഗിക്കുന്നത്. ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് ഒരു സവാർ ഒരു ജനറൽ ഓഫീസറെ കൊല്ലുക എന്നത്. പക്ഷേ രാമചന്ദ്രൻ കുറ്റസമ്മതം നടത്തിയിരിക്കെ പരമാവധി ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായിട്ടും എന്തിനാണ് അയാൾ ഈ കേസിനെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? മറ്റെന്തോ ഉദ്ദേശം അതിലില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. യെസ്, ഹീസ് റൈറ്റ് ആൻഡ് ട്രൂത്ത്. ഹീസ് ഹണ്ടർ ഓഫ് ദ സോൾ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സർ, യെസ്, പറയൂ. രാമചന്ദ്രനെ എങ്ങനെ രക്ഷിക്കാമെന്നതല്ല, മറിച്ച് മറ്റാരുടെയൊക്കെയോ മുഖംമൂടി വലിച്ച് കീറുക എന്നതാണ് അയാളുടെ ഉദ്ദേശമെന്ന് തോന്നുന്നു. He never lost his quietness. Yes, he is a smiling tiger. I agree. Please. Sir. രാമേന്ദ്രൻ ഇനി രക്ഷയില്ല. അയാൾക്ക് തൂക്കുമരം ഉറപ്പായി കഴിഞ്ഞു. ഈ ബംഗാളി വക്കീലുണ്ടല്ലോ, വാദിഭാഗത്തേക്ക് കൂറുമാറിയ എന്നൊരു സംശയം. അതെന്താ അങ്ങനെ തോന്നാൻ? രാമചന്ദ്രന്റെ കാര്യത്തിൽ ഇനിയും പ്രതീക്ഷയുണ്ടെന്നല്ലേ ക്യാപ്റ്റൻ വികാസ് റോയുടെ വാദങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? പ്രതീക്ഷയോ? അതെങ്ങനെയാണ്? അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാതെ തന്നെ വെടിവെച്ചെന്ന സൂചന നൽകി എന്തിനാ? ആ സുബൈദാറിനെ വെള്ളം കുടിപ്പിച്ചില്ലേ, അയാൾ ഇന്ന് വേർക്കുന്നത് കണ്ടില്ലേ? എനിക്ക് തോന്നുന്നത് ഓഫീസർമാരെല്ലാം അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പരസ്പരം ഒരു ധാരണയിലെത്തിയിട്ടുണ്ടാവും. നിങ്ങൾ പറയുന്ന വാദങ്ങളോട് എനിക്ക് യോജിക്കാനാവില്ല. വികാസ് റോയി ദുരൂഹതയെന്ന് തോന്നിപ്പിക്കുന്ന എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരും. എനിക്ക് ഈ ലോയർ ഭയങ്കര സംശയം തോന്നുന്നു. ഇതൊരു നാടകീയമായ ഒത്തുകളിയല്ലേ എന്ന്. അങ്ങനെ കാണാൻ പറ്റില്ല. ക്യാപ്റ്റൻ വികാസ് റോയ് എത്ര ധൈര്യപൂർവ്വമാണ് സൂരജ് സാറിനെ പോലും നേരിടുന്നത്. അത് ശരിയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. Sit down, Ramachandran. So, Major Ajay Puri, Sir. you may call your next witness. Sir. സർ, അടുത്ത സാക്ഷി ക്യാപ്റ്റൻ ബി ഡി കപൂറിനെ വിസ്തരിക്കാൻ അനുവദിക്കണം. Captain B.D. Kapoor. Sir. ക്യാപ്റ്റൻ ബി ഡി കപൂർ, താങ്കൾ എപ്പോഴെങ്കിലും സവാർ രാമചന്ദ്രനെതിരായി ആക്ഷൻ എടുത്തിട്ടുണ്ടോ? നോ സർ. സംഭവം നടന്ന രാത്രിയിൽ രാമചന്ദ്രൻ താങ്കളെ ചാലഞ്ച് ചെയ്തോ? നോ സർ. പിന്നെ He opened fire without challenging. എനിക്കിനി ഒന്നും ചോദിക്കാനില്ല. Captain Vikas Rai. സർ. You may start now. സർ, എനിക്കിപ്പോ ക്യാപ്റ്റൻ കപൂറിനോടൊന്നും ചോദിക്കാനില്ല. പക്ഷെ കുറെ കൂടി കഴിഞ്ഞ് ഇദ്ദേഹത്തെ വിസ്തരിക്കാനുള്ള അനുമതി തരണം. All right. താങ്ക് യു സർ. Captain B.D. Kapoor, you can go back to your seat. Sir. Major Ajay Puri. Sir. Call your next witness. സർ, ഇനി അടുത്ത വിറ്റ്നസ് ഈ റെജിമെന്റിലെ ക്യാപ്റ്റൻ ഡോക്ടർ ഗുപ്ത. Captain Dr. Gupta. സർ,
ഡോക്ടർ ഗുപ്ത, ഈ സംഭവം നടന്ന ദിവസം അല്ലെങ്കിൽ ഈ സമയത്ത് താങ്കൾ എവിടെയായിരുന്നു? ഞാൻ ക്യാപ്റ്റൻ മോഹനവർമ്മയുടെയും ക്യാപ്റ്റൻ വി ഡി കപൂറിൻ്റെയും മോട്ടോർ സൈക്കിളിൽ പിറകെ എൻ്റെ സ്കൂട്ടറിൽ മെസ്സിൽ നിന്നും മടങ്ങുകയായിരുന്നു. എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് തിരിയുമ്പോഴാണ് ഞാൻ വെടിശബ്ദം കേട്ടത്. അപ്പം തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. അവിടെ ചെന്നപ്പോൾ താങ്കൾ എന്താണ് കണ്ടത്? ക്യാപ്റ്റൻ വർമ്മ തറയിൽ വീണ് കിടക്കുകയായിരുന്നു. ഞാൻ പൾസ് പരിശോധിച്ചു. ബട്ട് ഹി വാസ് ഡെഡ്. വെടിയേറ്റത് കഴുത്തിനായിരുന്നു. ഇടത് തോളിന് വെടിയേറ്റ് രക്തം വാർന്ന് ബോധരഹിതനായി കിടക്കുകയായിരുന്നു ക്യാപ്റ്റൻ കപൂർ. കപൂറിൻ്റെ പൾസം വീക്കായി തുടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ ഷർട്ട് കീറി കപൂറിൻ്റെ തോളിൽ കെട്ടി രക്തപ്രവാഹം നിർത്തി. ഇല്ലെങ്കിൽ രാമചന്ദ്രൻ അപ്പോൾ എവിടെയായിരുന്നു? രാമചന്ദ്രനെ 5 ജവാന്മാർ ചേർന്ന് ബലം പ്രയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ ബലപ്രയോഗത്തിനിടയിലും അവരിൽ നിന്ന് കുതിര മാറുന്നതിനിടയിലും അലറുന്നുണ്ടായിരുന്നു. എന്നെ വിടൂ, എനിക്ക് ക്യാപ്റ്റൻ കപൂറിനെ കൊല്ലണം. പിന്നെ എന്ത് സംഭവിച്ചു? ഗാർഡ് ഹൗസിൽ നിന്ന് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് ഞാൻ തന്നെ ഫോൺ ചെയ്തു. 5 മിനിറ്റുള്ളിൽ ആംബുലൻസ് എത്തിച്ചേർന്നു. ക്യാപ്റ്റൻ കപൂറിനെ ആംബുലൻസിലേക്ക് എടുത്ത് കിടത്തി. ഞാനും കൂടെ ഉണ്ടായിരുന്നു. ആംബുലൻസിലേക്ക് എടുത്ത് കിടത്തുന്നതിനിടയിൽ തോളിലെ ബാൻഡേജ് അയഞ്ഞിരുന്നു. വീണ്ടും രക്തം ഒഴുകാൻ തുടങ്ങി. രണ്ടാമതും ബാൻഡേജ് മുറുക്കി രക്തപ്രവാഹം തടഞ്ഞു. ഹോസ്പിറ്റലിലെത്തിയ ഉടനെ നേരെ ക്യാപ്റ്റൻ കപൂറിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. സർജൻ കേണൽ ജോഷി എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്തപ്രവാഹം തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്യാപ്റ്റൻ മരിക്കുമായിരുന്നു. ക്യാപ്റ്റൻ കപൂറിന്റെ ഓപ്പറേഷൻ പെട്ടെന്ന് നടന്നുവോ? ഇല്ല, ആദ്യം രക്തം കൊടുത്തു. ഭാഗ്യം, എന്റെ ബ്ലഡ് ഗ്രൂപ്പും കപൂറിന്റെ ബ്ലഡ് ഗ്രൂപ്പും ഒന്ന് തന്നെയായിരുന്നു. ഐ ഗേവ് ബ്ലഡ് ടു സേവ് ദ ലൈഫ് ഓഫ് ക്യാപ്റ്റൻ കപൂർ. ഉടനെ തന്നെ ഓപ്പറേഷൻ നടന്നു. കേണൽ ജോഷി എന്റെ പേര് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഫോർ റൈസിംഗ് ടു ദ ഒക്കേഷൻ ആൻഡ് സേവിംഗ് ദ ലൈഫ് ഓഫ് അനദർ ഓഫീസർ. താങ്ക്സ് ഡോക്ടർ ഗുപ്ത. സർ, നോ മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു സർ. യു മേ പ്രൊസീഡ് ക്യാപ്റ്റൻ റായ്. ഡോക്ടർ ഗുപ്ത, താങ്കൾ ജനറൽ മെഡിസിൻ എവിടെ നിന്നാണ് പാസ്സായത്? ആംഡ് സർവീസസ് മെഡിക്കൽ കോളേജ്, പൂനെ. ഐ എം എ ഗോൾഡ് മെഡലിസ്റ്റ്. ഓ ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. സംഭവം നടക്കുന്ന സമയത്ത് എന്നെ വിടൂ, എനിക്ക് ക്യാപ്റ്റൻ കപൂറിനെയും കൊല്ലണമെന്ന് രാമചന്ദ്രൻ അലറി വിളിക്കുന്നത് താങ്കൾ കേട്ടോ? യെസ്, ഐ ഹേർഡ് ഇറ്റ്. ഗുഡ്. എന്തിനാണ് അയാൾ അങ്ങനെ പറഞ്ഞത്? അന്ന് രാത്രി ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചു. ക്യാപ്റ്റൻ വികാസ് റോയ്, ഇറ്റ് ഈസ് ഫിഗർ ഓഫ് സ്പീച്ച്. ഭ്രാന്തനും ദേഷ്യം കൊണ്ട് ഭ്രാന്തായവനും തമ്മിൽ വ്യത്യാസമുണ്ട്. രാമചന്ദ്രന്റെ ക്ഷോഭം മുറുകയും അയാൾ ഭ്രാന്ത് വിളിച്ചതുപോലെ പെരുമാറുകയും ചെയ്തു. പിന്നെ താങ്കൾ സുബേദാറിനെ കൺഫ്യൂസ് ആക്കിയ പോലെ എന്നെ എങ്ങനെ ആക്കാമെന്ന് കരുതിയാൽ ക്യാപ്റ്റൻ റോയ്, യു ആർ മിസ്റ്റേക്കൺ. ഐ എം നോട്ട് സുബേദാർ ബൽവാൻ സിംഗ്. സോറി. ഒരു ഗോൾഡ് മെഡലിസ്റ്റിനോട് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത് പോട്ടെ. ക്യാപ്റ്റൻ ഗുപ്ത, ഒരു 5 മാസത്തിന് മുമ്പ് സവാർ രാമചന്ദ്രനെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്തിനായിരുന്നു? രാമേന്ദ്രന് ടൈഫോയിഡ് ആയിരുന്നു. ഞാൻ തന്നെയാണ് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തത്. രാമചന്ദ്രന് ടൈഫോയിഡ് ആയിരുന്നുവെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? മെഡിക്കൽ റിപ്പോർട്ട് വല്ലതും രാമേന്ദ്രൻ തന്നു? ഇല്ല, റിപ്പോർട്ടൊന്നും തന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെ മനസ്സിലായി? അന്ന് ഞങ്ങളുടെ റെജിമെന്റിൽ എയർഫോഴ്സുകാരുമായി ഹോക്കി മാച്ച് ഉണ്ടായിരുന്നു. കളി ആരംഭിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാമേന്ദ്രൻ വീണു. പിന്നെ ബോധമില്ലാതായി. എത്ര ഡിഗ്രി ടെമ്പറേച്ചർ? 104-ൽ കൂടുതൽ. ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഉടൻ തന്നെ ഫോൺ ചെയ്ത് ആംബുലൻസ് വരുത്തി. ടൈഫോയിഡ് ആണെന്ന് ഞാൻ എഴുതി. പിന്നീട് ടെസ്റ്റ് കഴിഞ്ഞ് എൻ്റെ ഡയഗ്നോസിസ് ശരിയാണെന്ന് കൺഫേം ചെയ്തു. എനിക്ക് അങ്ങനെ തെറ്റുപറ്റാറില്ല. ഗ്രേറ്റ്. താങ്കൾക്ക് അങ്ങനെ തെറ്റുപറ്റാൻ പാടില്ലല്ലോ. താങ്കൾ ഒരു ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ? യെസ്, യു ആർ റൈറ്റ് ക്യാപ്റ്റൻ റോയ്. പക്ഷേ ഒരു സംശയം. ഹോക്കി മാച്ച് 4 മണിക്ക് തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാമചന്ദ്രൻ ബോധം കെട്ട് വീണു. ഈ 10 മിനിറ്റ് കൊണ്ട് ടെമ്പറേച്ചർ അത്രയ്ക്കും കയറൂ? ഇല്ല, ടൈഫോയിഡ് പെട്ടെന്ന് അങ്ങനെ കൂടുന്നതല്ല, മലേറിയ പോലെ. അപ്പൊ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് രാമചന്ദ്രന് പനി ഉണ്ടായിരുന്നു അല്ലേ? ഐ റിപ്പീറ്റ് മൈ ക്വസ്റ്റ്യൻ. രാമചന്ദ്രന് നല്ല പനിയുണ്ടെന്ന് മാച്ചിന് മുന്നേ തന്നെ നിങ്ങൾക്കറിയാമായിരുന്നു? ഐ റിപ്പീറ്റ്, രാമചന്ദ്രന് നല്ല പനി ഉണ്ടായിരുന്നുവെന്ന് മാച്ചിന് മുമ്പ് തന്നെ താങ്കൾക്ക് അറിയാമായിരുന്നു അല്ലേ? ഞാൻ എങ്ങനെ അറിയാനാണ്? കളി തുടങ്ങുന്നതിന് മുമ്പ് കളിക്കാർ തെർമോമീറ്റർ വെച്ച് നോക്കാറില്ലല്ലോ. അപ്പൊ തെർമോമീറ്റർ വെച്ച് നോക്കാതെ എത്ര പനിയുണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലേ? ഇല്ല,
ആ പൾസ് നോക്കി കുറെയൊക്കെ അനുമാനിക്കാം. എന്നാൽ എത്രയെന്ന് കൃത്യമായി അറിയണമെങ്കിൽ തെർമോമീറ്റർ തന്നെ വേണം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് ഫോർ ഗൈഡിങ് മീ. സോറി, താങ്കളോട് എഴുന്നേൽക്കാൻ ആര് പറഞ്ഞു? എനിക്കിനിയും കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്ലീസ്. ഐ തോട്ട് യു ഹാവ് ഫിനിഷ്ഡ്. മാച്ച് നടന്ന ദിവസം സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ രാമചന്ദ്രൻ താങ്കളുടെ അടുത്ത് വന്നിരുന്നു. യെസ്. എത്ര മണിക്കാണ് വന്നത്? സിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയം 9 സിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയമല്ല ചോദിച്ചത്. രാമചന്ദ്രൻ എത്ര മണിക്കാണ് താങ്കളെ കാണാൻ വന്നത്? എനിക്ക് ഓർമ്മയില്ല. ഹവിൽദാർ രാജ് സിംഗും മറ്റു 2 പേരും ചേർന്ന് രാമചന്ദ്രനെ എടുത്തുകൊണ്ടാണ് താങ്കളുടെ അടുത്ത് വന്നത്. അവര് വാച്ച് കിട്ടിയിരുന്നു. അതുകൊണ്ട് സമയം കൃത്യമായി ഓർത്ത് പറയണം. എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞില്ലേ? സമയം കൃത്യമായി ഓർമ്മയുള്ള ഒരാളുണ്ട്, ഹവിൽദാർ രാജ് സിംഗ്. കോടതി അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വിളിപ്പിക്കാം. സാർ, രോഗി വരുമ്പോൾ ചികിത്സ കൊടുക്കണോ അതോ സമയം നോക്കണം? അത് ശരിയാണ് മിസ്റ്റർ ഗോൾഡ് മെഡലിസ്റ്റ്. ഒന്ന് ചോദിച്ചോട്ടെ, മാച്ചിന് മുമ്പാണോ മാച്ചിന് ശേഷമാണോ രാമചന്ദ്രൻ താങ്കളുടെ അടുത്തേക്ക് വന്നത്? അതെങ്കിലും ഓർമ്മ കാണണമല്ലോ. Don't be dumb, Captain Gupta. ഓക്കെ. രാമചന്ദ്രനെ താങ്ങിയെടുത്ത് അവിടെ കൊണ്ടുവരുമ്പോ താങ്കളുടെ അടുത്തിരുന്നവരാരൊക്കെയായിരുന്നു? I told you, don't be dumb. Speak out, Dr. Gupta. അന്ന് എൻ്റെ അടുത്ത് ക്യാപ്റ്റൻ കപൂർ ആയിരുന്നിരുന്നത്. രാമചന്ദ്രന്റെ ടെമ്പറേച്ചർ തെർമോമീറ്റർ വെച്ചാണോ നോക്കിയത്? ക്യാപ്റ്റൻ ഗുപ്ത, മിണ്ടാതിരുന്നാൽ മറുപടി പറയുന്നതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? അത് വെറുതെയാണ്. ആർമി ആക്ട് 39 അനുസരിച്ച് താങ്കൾക്കെതിരെ കേസ് എടുക്കേണ്ടി വരുമെന്ന് സംശയിക്കുന്നു. യുവർ ബിഹേവിയർ ഈസ് അൺബിക്കമിംഗ് ഓഫ് എൻ ഓഫീസർ. സർ, ഈ സയൻസ് ഒക്കെ മിക്കവാറും രോഗം ഭാവിച്ച് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തെർമോമീറ്റർ ഉപയോഗിക്കാറുള്ളത്. ഈ സാനസ് എന്ന് പറയുന്നത് ആരെ? സയൻസ് എന്ന് പറയുന്നത് ജവാന്മാരെയാണ്. ഡോക്ടർ ഗുപ്ത, എന്നെ എന്തിനാണ് താങ്കൾ സാറെന്ന് വിളിക്കുന്നത്? നമ്മുടെ റാങ്ക് ഒന്ന് തന്നെയല്ലേ? സ്പീക്ക് ഔട്ട്, ക്യാപ്റ്റൻ ഗുപ്ത. അടിമത്തത്തിന്റെ നാളുകളിൽ ഇംഗ്ലീഷുകാർ ഭാരതീയ സൈനികരെ സാനസ് എന്നാണ് വിളിച്ചിരുന്നത്. സാനസ് എന്ന പ്രയോഗം ശരിക്കും മോശമാണ്. ജവാന്മാരെ സാനസ് എന്ന് വിളിക്കാനാണ് അങ്ങേക്കും താല്പര്യമെങ്കിൽ അത് തടയാൻ ഞാനാര്? പിന്നെ മറ്റൊരു സംശയം, താങ്കൾ ഡോക്ടറോ അതോ ഭഗവാൻ? What do you mean? പൾസ് നോക്കാതെ, തെർമോമീറ്റർ ഉപയോഗിക്കാതെ സാനസ് രാമചന്ദ്രൻ കള്ളം പറയുകയായിരുന്നുവെന്ന് നിങ്ങൾക്ക് പിന്നെ എങ്ങനെ മനസ്സിലായി? സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള താങ്കൾ തീർച്ചയായും ഭഗവാൻ തന്നെയാണ്. സംശയമില്ല, ഭഗവാൻ ഗുപ്ത. ഞാൻ പൾസ് നോക്കിയില്ല, ടെമ്പറേച്ചർ നോക്കിയില്ല. ക്യാപ്റ്റൻ കപൂർ എന്നോട് പറഞ്ഞിരുന്നു രാമചന്ദ്രൻ ഒന്നുമില്ല, രോഗം ഭാവിക്കുകയായിരുന്നു. നിങ്ങളിൽ ആരാണ് ഡോക്ടർ? ക്യാപ്റ്റൻ കപൂറോ അതോ താങ്കളോ? യു ഷുഡ് ഹാവ് സർട്ടിഫൈഡ് ആസ് ദ ഡോക്ടർ. What is wrong? What is wrong in trusting a friend and fellow officer? ഒരു തെറ്റുമില്ല. പക്ഷെ ക്യാപ്റ്റൻ കപൂർ തെർമോമീറ്റർ ഉപയോഗിക്കുന്നതിൽ നിന്ന് താങ്കളെ വിലക്കി എന്ന് ഞാൻ പറയുന്നു. താങ്കൾക്ക് നിഷേധിക്കാനാവും. ക്യാപ്റ്റൻ കപൂർ രാമചന്ദ്രനെ ഇംഗ്ലീഷിലേതോ റോയൽ തെറി വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ? How do you know that? I know that. ഹവിൽദാർ രാജ് സിംഗിനെ വിളിക്കാം.
ഇംഗ്ലീഷ് അത്രയ്ക്കൊന്നും വശമില്ലെങ്കിലും ഈ വിളി മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. വിളിക്കട്ടെ. Now, tell me. ക്യാപ്റ്റൻ കപൂർ എന്താണ് വിളിച്ചത്? The bastard is shamming. There is nothing wrong with him എന്നും പറഞ്ഞു. അതായത് ബാസ്റ്റേർഡായ രാമചന്ദ്രൻ രോഗം ഭാവിക്കുകയായിരുന്നു എന്ന്. I really wish you best of luck some other time. Great, Dr. Gupta. Your service is very valuable. Great. Actually, you deserve the gold medal. Now, I have finished. അവിടെ തന്നെ ഇരിക്കുന്ന എന്തിനാ? ചോദ്യം തീർന്നില്ലേ? സർ, എവിടെ തീർന്നു ചോദ്യം? കം ഹിയർ മിസ്റ്റർ ഗോൾഡ് മെഡലിസ്റ്റ്. സിവിളിൽ എവിടെങ്കിലും ജോലി അന്വേഷിച്ചുകൊള്ളൂ. ആൻഡ് forget about this job. The court will go for a 10-minute break. തന്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല സാർ. ഒരു ഓഫീസറെ കണ്ട സല്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ലേ? അറിയാം സാർ. പിന്നെ എന്തുകൊണ്ട് സല്യൂട്ട് ചെയ്തില്ല? എനിക്ക് മനസ്സില്ല സാർ. ഇറ്റ്സ് എ ഗ്രോസ് ഇൻഡിസിപ്ലിൻ, യു നോ. ആയിരിക്കാം, എനിക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നില്ല. യു ബ്ലഡി ബഗ്. സാർ, എന്താ ഇവിടെ ഒരു ബഹളം? നത്തിങ് ക്യാപ്റ്റൻ റോയ്, നത്തിങ്, പ്ലീസ്. Just one second. Yes. If you don't mind, please drop into my house today evening. എന്തിന്? We will have some drinks together. സോറി, ഞാൻ കുടിക്കാറില്ല. Okay. Then we will have some other fun. Please drop in. ഞാൻ കുറ്റവാളികൾക്കൊപ്പം കമ്പനി കൂടാറില്ല. ഓ, കുറ്റവാളിയോ? ഞാനോ? വെടി കൊണ്ടത് എനിക്ക്. അപ്പോ ഞാൻ തന്നെ എങ്ങനെ കുറ്റവാളിയാകും? മിസ്റ്റർ വികാസ് റോയ്, നിങ്ങളൊരു ഓഫീസറല്ലേ? മറ്റൊരു ഓഫീസറോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? ക്യാപ്റ്റൻ കപൂർ, മേലിൽ അങ്ങന്റെ മുന്നിൽ വരരുത്. എന്നോട് സംസാരിക്കുകയും അരുത്. ഐ എം ദ ഡിഫൻസ് കൗൺസിൽ. നിങ്ങളെപ്പോലെ എത്രയോ ഓഫീസർമാരെ ഞാൻ കണ്ടിരിക്കുന്നു. ഉണ്ടായിരിക്കാം, പക്ഷെ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. പഴയൊരു ചൊല്ലുണ്ട്, ഒരു കടുവയെ ആക്രമിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 7 മുറിവുണ്ടാവും. ഓക്കെ. Sit down, Ramachandran. Sir. Major Ajay Puri, you may call your next witness. Sir, my next witness, Lieutenant Colonel Brijendra Rawat. Lieutenant Colonel Brijendra Rawat. Sir. സർ, ഈ ഓഫീസർമാർ രാമചന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? ഇല്ല. 2 ഓഫീസർമാരുടെയും റെക്കോർഡ് എങ്ങനെ? എക്സലന്റ്, വെരി ഗുഡ്. താങ്ക് യു സർ. സർ, ദാറ്റ്സ് ഓൾ സർ. Captain Rai, you can proceed. Yes, sir. സർ, അങ്ങിപ്പോ പറഞ്ഞു രാമചന്ദ്രന്
രണ്ട് ഓഫീസർമാരോടും ശത്രുത തീരെയില്ലായിരുന്നുവെന്ന്. യെസ്, ഐ സെഡ് ദാറ്റ്. പിന്നെന്തിനാ ഇയാൾ അവരെ വെടിവെച്ചത്? അതെനിക്കെങ്ങനെ അറിയാം? അങ്ങേക്കൊന്നും അറിയില്ലല്ലേ? എത്ര നിഷ്കളങ്കൻ, കൊച്ചു കുട്ടികളുടെ മനസ്സല്ലേ? ഒന്നും അറിയില്ല, പാവം. ട്രൂലി ഇന്നസെന്റ്. ക്യാപ്റ്റൻ എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? നോ, ഓഫ് കോഴ്സ് നോ. ഞാൻ എന്തിനാണ് അങ്ങേ കുറ്റപ്പെടുത്തുന്നത്? അങ്ങേക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. ബട്ട് സംതിങ് ഇസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക്. ക്യാപ്റ്റൻ വികാസ് റായ്, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, രാമചന്ദ്രന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു. അയാൾക്ക് A+ കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇയാളിൽ എന്ത് നന്മയാണ് അങ്ങ് കണ്ടത്? രാമചന്ദ്രൻ എന്റെ റെജിമെന്റിലെ ചുണക്കുട്ടനായിരുന്നു. സ്വന്തം ഡ്യൂട്ടിയിൽ ആത്മാർത്ഥതയുള്ളവൻ. ഹീസ് ആൻ ഐഡിയൽ സോൾജർ. ക്യാപ്റ്റൻ കപൂർ എപ്പോഴെങ്കിലും ഇയാളെപ്പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടോ? രാമചന്ദ്രനെ പറ്റി ഒരു പരാതിയും ആരും തന്നിട്ടില്ല ഇതുവരെ. ഓക്കെ. മാർച്ച് 7-ാം തീയതി പരേഡ് ഗ്രൗണ്ടിൽ അങ്ങ് പോയപ്പോ എന്ത് നടക്കുകയായിരുന്നു? എന്ത് നടക്കാൻ? പരേഡ് നടക്കുകയായിരുന്നു. ഓക്കെ. മറ്റെന്തെങ്കിലും കണ്ടതായി അങ്ങ് ഓർക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ അങ്ങേ ഒന്ന് ഓർമ്മിപ്പിക്കാം. അന്ന് ക്യാപ്റ്റൻ കപൂർ രാമചന്ദ്രനൊരു ശിക്ഷ കൊടുത്തിരുന്നു. സല്യൂട്ട് ചെയ്യാൻ 100 വട്ടം. യെസ് യെസ്, ഓർക്കുന്നു. ഗോൾഫ് ഗ്രൗണ്ടിലേക്ക് പോകുകയായിരുന്നു. കണ്ടിട്ട് അതിശയം തോന്നി. മറ്റ് ജവാന്മാരെല്ലാവരും ഗ്രൗണ്ടിൽ പോയി അറ്റൻഷനായി നിൽക്കുകയായിരുന്നു. ഇവർ അവിടെ പരേഡ് ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ചിന്തിച്ച് നേരെ ജീപ്പിൽ കയറി ഗ്രൗണ്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ ഈ രാമചന്ദ്രൻ സല്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ സുബൈദാറാണ് എന്നോട് പറഞ്ഞത്, എന്തോ തെറ്റിന് ക്യാപ്റ്റൻ കപൂർ രാമചന്ദ്രന് 100 പ്രാവശ്യം സല്യൂട്ട് ചെയ്യാനുള്ള ശിക്ഷ കൊടുത്തതാണ്. അപ്പോഴങ്ങ് എന്താണ് ചെയ്തത്? എന്തെങ്കിലും എതിർപ്പുന്നയിച്ചിരിക്കും അല്ലേ? എനിക്ക് എന്റെ ഓഫീസർമാരെ പരിപൂർണ വിശ്വാസമാണ്. ശരിക്കും സല്യൂട്ട് ചെയ്യാതിരുന്നതിനാലായിരിക്കണം ക്യാപ്റ്റൻ കപൂർ ശിക്ഷ നൽകിയത്. ഓഫീസർമാർക്ക് പണിഷ്മെന്റ് കൊടുക്കാനുള്ള അധികാരമുണ്ടല്ലോ. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. എന്നാൽ രാമചന്ദ്രന്റെ ഓരോ സല്യൂട്ടിനും മറുപടി സല്യൂട്ട് നൽകണമെന്ന് നിങ്ങൾ ക്യാപ്റ്റൻ കപൂറിന് നിർദ്ദേശം കൊടുത്തില്ലേ? He should have done that. Why should I tell him? Don't you know that, Captain? എനിക്കറിയില്ലല്ലോ. ഐ എം സോറി. താങ്കൾ സവാർ രാമചന്ദ്രന് 2 ലിറ്റർ പാലും ബദാമും അധികം അനുവദിച്ചത് എന്തിനായിരുന്നു? നമ്മുടെ റേസിംഗ് ഡേയിൽ രാമചന്ദ്രൻ 5000 മീറ്റർ ഓട്ടത്തിൽ ഒന്നാമനായിരുന്നു. അയാളുടെ ടൈമിംഗ് കണ്ട് ഞാൻ അമ്പരന്നു. സേനയുടെ റെക്കോർഡിനേക്കാൾ 20 സെക്കൻഡ് അധികം. ഈ റെക്കോർഡ് രാമചന്ദ്രൻ ഇനിയും ഭേദിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതാണ് പാലും ബദാമും കൂടുതൽ നൽകാൻ ഞാൻ ഏർപ്പാടാക്കിയത്. ശരിക്കും ഉത്തരമേഖലാ മത്സരത്തിൽ രാമചന്ദ്രൻ ഒന്നാമനുമായി. സേനയുടെ റെക്കോർഡിനേക്കാൾ 5 സെക്കൻഡ് അധികം. പിന്നീട് എപ്പോഴെങ്കിലും ഇയാൾ സേനയുടെ റെക്കോർഡ് ഭേദിച്ചോ? ഏഷ്യൻ റെക്കോർഡ് പോലും ഭേദിച്ചനെ. അതിനിടയ്ക്കല്ലേ ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അൺഫോർച്ചുനേറ്റ്. അല്ലെങ്കിൽ എന്റെ റെജിമെന്റിലെ രാമചന്ദ്രൻ ഏഷ്യയിലെ ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരനായി മാറിയനെ. ഏഷ്യാഡിലെ ഗോൾഡ് മെഡൽ വിന്നർ. വെരി ഗുഡ്. ഒരു സംശയം. രാമചന്ദ്രന് മുമ്പ് റെജിമെന്റിലെ 5000 മീറ്റർ ഓട്ടത്തിന്റെ ചാമ്പ്യൻ ആരായിരുന്നു? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? റാവത്ത്, you have no right to argue. Answer him. സർ, രാമചന്ദ്രന് മുൻപ് 5000 മീറ്റർ ഓട്ടത്തിൽ റെജിമെന്റിലെ ചാമ്പ്യൻ ക്യാപ്റ്റൻ കപൂർ ആയിരുന്നു. ക്യാപ്റ്റൻ കപൂർ ഈ മത്സരത്തിൽ തോറ്റതെങ്ങനെയാണ്? അതെനിക്കെങ്ങനെ അറിയാം? ദിസ് ഈസ് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഈ മത്സരത്തിൽ ക്യാപ്റ്റൻ കപൂറിനേക്കാൾ വേഗത സവാർ രാമചന്ദ്രനായിരുന്നു. ദി ആൻസർ ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സർ, ഇതൊക്കെ ഈ കോർട്ട് മാർഷലുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. വികാസ് റോയ് യഥാർത്ഥ വാദത്തിൽ നിന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ബന്ധമുണ്ട് മേജർ അജയ്പുരി, ബന്ധമുണ്ടെന്ന് അങ്ങേക്കും അറിയാം. എനിക്കറിയില്ല. അറിയാം, അങ്ങേക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും അതറിയാം. ഉണ്ടെങ്കിൽ തന്നെ മറ്റാർക്കും അതറിയാൻ താല്പര്യമില്ല. എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചോദ്യം ചോദിക്കാൻ എനിക്ക് പറ്റില്ല. മാത്രമല്ല
ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സർ, ഹി ഈസ് നോട്ട് എ പ്രിസൈഡിംഗ് ഓഫീസർ. എന്തിനെയാണ് താങ്കൾ ഭയപ്പെടുന്നത്? ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഭയക്കുന്നു എന്നതാണ് സത്യം. താങ്കളുടെ ആത്മാവിന്റെ പടിക്കൽ സത്യം വന്ന് മുട്ടുന്നു. ഈ കോർട്ട് മാർഷലിൽ ആത്മാവിനും പരമാത്മാവിനും ഒക്കെ എന്ത് കാര്യം? ക്യാപ്റ്റൻ കപൂറിന്റെ ഭാര്യ ഇപ്പൊ എവിടെയാണ്? അതെനിക്കെങ്ങനെ അറിയാം? ക്യാപ്റ്റൻ കപൂറിനോട് ചോദിക്കൂ. ഞാൻ പറയാം. സർ, ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയേണ്ട കാര്യമുണ്ടോ? ആരെയും അപമാനിക്കാനുള്ള അധികാരം ഡിഫൻസ് കൗൺസിലിനില്ല. അപമാനം എങ്ങനെയാകാൻ? ഇവിടെ ആരും പത്രക്കാരില്ല. ദ ഹോൾ പ്രൊസീഡിംഗ്സ് ഈസ് ഇൻ ക്യാമറ. സേനയിൽ പേഴ്സണൽ ലൈഫ് എന്നത് ഒരു അതിർത്തി വരെയുള്ളൂ. വിദേശിയായ ഒരു അതിഥി വീട്ടിൽ വന്ന കമാൻഡിംഗ് ഓഫീസർ അറിഞ്ഞിരിക്കണം. ആരെങ്കിലും ആവശ്യത്തിലേറെ മദ്യപിച്ചാൽ അതും കമാൻഡിംഗ് ഓഫീസർ അറിഞ്ഞിരിക്കണം. There's no such thing such as a personal life in the army. Okay? Sir. Please continue, Captain Roy. താങ്ക് യു സർ. മിസ്സസ് കപൂർ ഇപ്പൊ ക്യാപ്റ്റൻ കപൂറിനൊപ്പമല്ല താമസം. എന്താ കാരണം? ഈ ചോദ്യം ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് എന്തോ പ്രയോജനം? ക്യാപ്റ്റൻ കപൂറിനോടല്ലേ ചോദിക്കേണ്ടത്? Sir, I would like to recall the comment made by the presiding officer just a while ago. റെജിമെന്റ് എന്ന കുടുംബത്തിന്റെ നാഥൻ കമാൻഡിംഗ് ഓഫീസറാണ്. സോ ഐ വിൽ ഹാവ് ടു ആസ്ക് ഹിം. ഞാൻ അങ്ങയുടെ ഒരു ഓർമ്മ പുതുക്കട്ടെ. ഈ കോർട്ട് മാർഷലിന് ആസ്പദമായ സംഭവം നടക്കുന്നതിന് 1 മാസം മുമ്പ് ക്യാപ്റ്റൻ കപൂറിന്റെ ഭാര്യ അങ്ങേ വന്ന് കണ്ടിരുന്നു. അങ്ങയുടെ ഓഫീസിൽ വന്നാണ് കണ്ടത്. അന്നൊരു പരാതിയും തന്നിരുന്നു. എന്തായിരുന്നു അത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവരെന്നെ വന്ന് കണ്ടുവെന്ന്? താങ്കളതാ ദിവ്യനാണ് ഇത്ര കൃത്യമായിട്ട് പറയാൻ? അതിന് ദിവ്യത്വം ഒന്നും വേണ്ട. കപൂറിന്റെ ഭാര്യ ഇപ്പോ മാതാപിതാക്കൾക്കൊപ്പം ദില്ലിയിലാണ് താമസം. ഞാൻ അവരെ കണ്ടിരുന്നു. അങ്ങേക്ക് തന്ന പരാതിയുടെ ഒരു കോപ്പി എന്റെ കൈവശവും ഉണ്ട്. സർ, മറ്റുള്ളവരെ ചെളിവാരത്തേക്കുന്ന ക്യാപ്റ്റൻ റോയിയെ തടയേണ്ടതുണ്ട്. കോർട്ട് മാർഷൽ ക്യാപ്റ്റൻ കപൂറിന്റെ കാര്യത്തിലല്ലോ, സവാർ രാമേന്ദ്രന്റെ കാര്യത്തിലല്ലേ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. മേജർ പൂരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്. ക്യാപ്റ്റൻ റോയ്, കണ്ടിന്യൂ. താങ്ക് യു അഗൈൻ സർ. ക്യാപ്റ്റൻ കപൂറിന്റെ ഭാര്യയുടെ പരാതിയെക്കുറിച്ചും അതിന്റെ കാരണങ്ങളും ഞാൻ തന്നെ പറയാം. ഇദ്ദേഹത്തോട് ഒന്നും ഇനി ചോദിക്കുന്നില്ല. ഒരു രാത്രി ക്യാപ്റ്റൻ കപൂർ വീട്ടിലെത്തിയത് മദ്യത്തിന്റെ മുഴുലഹരിയിലായിരുന്നു. ഹി വാസ് ഡെഡ് ഡ്രങ്ക്. ഭാര്യയുടെ അടുത്തെത്തിയപ്പോ അവർ പേടിച്ച് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഡോണ്ട് ടച്ച് മീ, യു ആർ സ്റ്റിങ്കിങ് ഡ്രങ്ക് എന്ന് അലറി വിളിച്ചു. എന്നാൽ ക്യാപ്റ്റൻ കപൂർ ലഹരിയുടെ കുതിരപ്പുറത്തായിരുന്നു. ഭാര്യയുടെ നൈറ്റ് ഗൗൺ വലിച്ചു കീറി ഐ ഹാവ് ദ ലൈസൻസ് ടു സ്ലീപ്പ് വിത്ത് യു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കടന്നു പിടിച്ചു. അവരും വിട്ടുകൊടുത്തില്ല. ഞാൻ കമാൻഡിംഗ് ഓഫീസറോട് പരാതിപ്പെടും, ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് തുപ്പിക്കുമെന്ന് തിരിച്ചു പറഞ്ഞു. ലഹരിയിൽ അന്ധനായ കപൂർ, സിഒ സാബാണോ നിന്റെ ഭർത്താവ്? സിഒ സാബാണോ നിന്റെ ഭർത്താവ് അതോ കാമുകനോ എന്ന് ചോദിച്ചുകൊണ്ട് മേശപ്പുറത്തിരുന്ന ആഷ്ട്രേ വലിച്ചെടുത്ത് അവരുടെ തലക്കടിച്ചു. അവരുടെ ചെവി പൊട്ടി ബോധം കെട്ടു. ലഹരിയിൽ കപൂർ മനസ്സിലാക്കിയിരുന്നില്ല ഭാര്യയ്ക്ക് ഇത്രയും വലിയ ക്ഷതമാണ് ഏറ്റിരിക്കുന്നത്. എന്താ ക്യാപ്റ്റൻ വികാസ് റോയ്, അന്ന് നിങ്ങൾ ആ മുറിയിൽ ഉണ്ടായിരുന്നോ? ഐ തിങ്ക് യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ് മിസ്റ്റർ റോയ്. ഹൗ ഡു യു നോ വാട്ട് ഹാപ്പൻഡ് ദാറ്റ് നൈറ്റ്? അന്ന് രാത്രി ഞാൻ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന്റെ എല്ലാം ദൃക്സാക്ഷിയായി. ആരാണത്? രാമചന്ദ്രൻ. അയാൾ എങ്ങനെ അവിടെ വന്നു? ആ സമയത്ത് രാമചന്ദ്രനായിരുന്നു ക്യാപ്റ്റൻ കപൂറിന്റെ സേവകൻ. ഷുഡ് ഐ ബിലീവ് ദാറ്റ്? സർ, എനിക്ക് കള്ളം പറയാനാകും, രാമചന്ദ്രനും കള്ളം പറയാം. പക്ഷേ ഈ കടലാസുകൾക്ക് അതാവില്ല. മിസ്സസ് കപൂർ കമാൻഡിംഗ് ഓഫീസർക്ക് കൊടുത്ത കംപ്ലൈന്റിന്റെ കോപ്പിയാണ്. ഇതിൽ ഇവരുടെ ഭർത്താവ് കപൂർ ഒരു സാഡിസ്റ്റ് ആണെന്നും അനിമൽ ആണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിവോഴ്സിനുള്ള പെറ്റീഷനും അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ക്യാപ്റ്റൻ കപൂർ എന്നോട് പറഞ്ഞത് മിസ്സിസ് കപൂറിന് പരിക്ക് പറ്റിയത് കാൽ തെറ്റി വീണത് കൊണ്ടാണെന്നാണ്. അതെ സർ, അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കുന്നത്. എപ്പോഴും ഭാര്യയുടെ കാലുകൾ മാത്രമാണ് തെറ്റുന്നത്. ഭർത്താവിന്റെ കാൽ ഒരിക്കലും തെറ്റില്ല. വീട്ടിലെ തീക്കുമുണ്ടൊരു പ്രത്യേകത. ആ വീട്ടിലെ മരുമകളെ മാത്രമേ അത് ആലിംഗനം ചെയ്യും. മകളെ ഒരിക്കലും അത് തൊടില്ല. എങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റി എന്തുകൊണ്ട് ഇത് കേസാക്കിയില്ല? സിവിൽ പോലീസിന് കേസ് കൈമാറാൻ അവർ തീരുമാനിച്ചതാണ്. എന്നാൽ റെജിമെന്റിലെ ചില ഓഫീസർമാർ ചേർന്ന് ഇടപെട്ട് റെജിമെന്റിന് ചീത്തപ്പേരാകുമെന്ന് പറഞ്ഞ് ആശുപത്രി അധികൃതരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇക്കാര്യങ്ങൾക്ക് തെളിവുണ്ടോ? ഉണ്ട് സർ, തെളിവുണ്ട്. കോടതി ആവശ്യപ്പെട്ടാൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ഓഫീസർമാരെയും ഹോസ്പിറ്റൽ അതോറിറ്റീസിനെയും ഇവിടെ ഹാജരാക്കാം. വികാസ് റോയ്, താനൊരു നെക്സലൈറ്റ് ആണ്. തന്റെ ചേട്ടൻ നെക്സലൈറ്റ് ആയിരുന്നു.
പോലീസിന്റെ വെടിയേറ്റിലോ ചത്തു വീണത്. തന്റെ രക്തത്തിലോ വിപ്ലവമുണ്ട്. You are a bloody Naxalite. You are a bloody murderer. You belong to a family of murderers. Sit down. No, I won't. Sit down, Captain B.D. Kapoor. അവിടെ ഇരിക്കാൻ. No, ഞാൻ ഇരിക്കില്ല. ഈ തെണ്ടിയെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ട് അടങ്ങും. I said sit down. Sir, you please sit there. ഒട്ടുപോകരുത്. Sir, Guards. Take him. don't you dare touch me, you bloody sadist. Guards, I'm telling you, take him and make him sit there. Guards. Sir. Stay inside. Captain Kapoor. Stop your rubbish play in the court. ക്യാപ്റ്റൻ കപൂർ, എന്റെ ജ്യേഷ്ഠൻ ബിമൽ റോയ് അനീതിക്കെതിരെ സാധാരണക്കാർക്ക് വേണ്ടി ആയുധമെടുത്ത് പോരാടി. ആൻഡ് ഹി വാസ് കോൾഡ് എ നക്സലൈറ്റ്. അങ്ങനെയുള്ളവർക്ക് ഒരു സാധാരണ മരണം ഉണ്ടാകാറില്ല. അതും മറ്റൊരനീതി. ഞാൻ അനീതിക്കെതിരെ നിയമമെടുത്ത് പോരാടുന്നു. ഞങ്ങളുടെ അച്ഛൻ അശുതോഷ് റോയ് ഹൈക്കോടതി ജഡ്ജാണെന്ന കാര്യം ക്യാപ്റ്റൻ കപൂർ മനഃപൂർവ്വം മറന്നെന്ന് തോന്നുന്നു. പോലീസ് വെരിഫിക്കേഷന് ശേഷം മാത്രമാണ് എന്നെ ആംഡ് ഫോഴ്സസിലേക്ക് എടുത്തതെന്ന സത്യം ക്യാപ്റ്റൻ കപൂർ ഓർക്കുന്നത് നല്ലത്. ഓർ യു വിൽ ഹാവ് ടു ഫേസ് വെരി ടഫ് കോൺസിക്വൻസസ്. സർ, ഐ ഹാവ് എ റിക്വസ്റ്റ്. ക്യാപ്റ്റൻ കപൂറിന്റെ ഈ ചെയ്തികൾ കോർട്ട് നോട്ട് ചെയ്യരുത്. ദേഷ്യവും പരിഭ്രമവും കൊണ്ട് അയാൾ എന്തൊക്കെയോ ചെയ്തു പോയി. ആഫ്റ്റർ ഓൾ ഹീസ് എ ഹ്യൂമൻ ബീങ്. ഓ റിയലി? ദേഷ്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ പൊറുക്കാൻ പറ്റുന്നതാണെങ്കിൽ സവാർ രാമചന്ദ്രനും അത് ബാധകമല്ലേ? അല്ലേ മേജർ പുരി? താങ്കൾ ഒരു കൊലയാളിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അല്ല, ഈ ദേഷ്യമെന്ന് പറയുന്നത് ബഡാ ഓഫീസർമാർക്കും ബ്ലഡി സാനസിനും ഒരുപോലെയല്ലേ? ഈ മനുഷ്യന് സ്വന്തം ഭാര്യയെ ആക്രമിക്കാൻ തോന്നിയതുപോലെ സവാർ രാമചന്ദ്രന് ക്യാപ്റ്റൻ കപൂറിന് നേരെ ആയുധമെടുക്കാൻ തോന്നിയത് എന്തിന്? അതാണ് കണ്ടെത്തേണ്ടത്. സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാവുമ്പോൾ ഏത് പാവം പശുവും കുത്തും. രാമചന്ദ്രനും അതാവും ചെയ്തിരിക്കുക. ആഫ്റ്റർ ഓൾ ഹി ഈസ് ഓൾസോ എ ഹ്യൂമൻ ബീങ്. ഓ, കൊല നടന്ന ദിവസം 2 ഓഫീസർമാരുടെ പക്കലും ആയുധമില്ലായിരുന്നുവെന്ന് ഡിഫൻസ് കൗൺസിൽ ഓർക്കണം. കത്തിയും മുള്ളും പോലും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ സത്യത്തിന് വേണ്ടി വലിയ യുദ്ധത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ സംശയം ഞാൻ ഇപ്പൊ തീർത്തു തരാം. സർ, സുബേദാർ സാഹിബിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം. Lieutenant Colonel Brijendra Rawat, you can go back to your seat. Thank you, sir. Subedar Balwant Singh. സർ, താങ്കളെ വീണ്ടും വിളിപ്പിച്ചത് ബുദ്ധിമുട്ടിക്കാനല്ല. സുബേദാർ ഒരു പാലമാണ്. ജവാന്മാർക്കും സിഒമാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താനുള്ള പാലം. ശരിയല്ലേ? ശരിയാണ്. ആ, സിഒ സാബ് രാമചന്ദ്രൻ എക്സ്ട്രാ പാലും ബദാമും അനുവദിച്ച സമയത്ത് എന്തായിരുന്നു രാമചന്ദ്രന്റെ പോർട്ട്ഫോളിയോ? കപൂറിന്റെ സേവകനായിരുന്നു? അല്ല സർ. പിന്നെ 5000 മീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനത്ത് വന്നപ്പോഴാണ് സിഒ സാബ് എക്സ്ട്രാ ഡയറ്റിന് ഓർഡർ ഇട്ടത്. അതിനുശേഷമാണ് ക്യാപ്റ്റൻ കപൂറിന്റെ സേവകനായത്. നോർത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനല്ലേ ഈ എക്സ്ട്രാ അലവൻസ് അനുവദിച്ചത്? അതെ. പിന്നെന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ക്യാപ്റ്റൻ കപൂറിന്റെ സേവകനാക്കി മാറ്റിയത്? ക്യാപ്റ്റൻ കപൂർ തന്നെ എനിക്ക് ഓർഡർ തന്നു. താങ്കൾ സൂചിപ്പിച്ചില്ലേ പരിശീലനത്തിന്റെ കാര്യം? പറഞ്ഞു. ഈ നിയമനം ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെന്തുണ്ടായി? പറയൂ, മടിക്കാതെ പറയൂ. ക്യാപ്റ്റൻ കപൂർ പറഞ്ഞു അദ്ദേഹം തന്നെ രാമചന്ദ്രനെ പരിശീലനം കൊടുക്കാമെന്നും കൂടെ ഓടിക്കൊള്ളാമെന്നും പറഞ്ഞു. അത് നന്നായി. അതിനുശേഷം രാമചന്ദ്രൻ കൃത്യമായി രാവിലെയും വൈകുന്നേരവും പ്രാക്ടീസിന് വരുമായിരുന്നു? വരുമായിരുന്നു. മാസത്തിൽ എത്ര പ്രാവശ്യം വരുമായിരുന്നു? പറയൂ സുബേദാർ സാബ്, എത്ര പ്രാവശ്യം വരുമായിരുന്നു? മടിക്കണ്ട, പറയൂ. മാസത്തിൽ 1 പ്രാവശ്യം, അല്ലെങ്കിൽ 2 പ്രാവശ്യം. ഉറക്കെ പറയൂ, കോർട്ട് കേൾക്കണം. മാസത്തിൽ 1-2 തവണ മാത്രം. എക്സ്ട്രാ അലവൻസ് സ്വീകരിച്ച ശേഷം പ്രാക്ടീസിന് വരാതിരിക്കുന്നത് തെറ്റല്ലേ? അതെ സർ. ഓക്കെ, രാമചന്ദ്രനെതിരെ
താങ്കൾ എന്തെങ്കിലും ആക്ഷൻ എടുത്ത് കാണും അല്ലേ? രാമചന്ദ്രനോട് ചോദിച്ചു. അയാൾ എന്ത് പറഞ്ഞു? മടിക്കാതെ പറയൂ. പ്രാക്ടീസിന് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ ക്യാപ്റ്റൻ എന്തെങ്കിലും വീട്ടുജോലി കൊടുത്ത് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഒരു സൈനികൻ ഒരു ഓഫീസറുടെ ശിപ്പായിയായി. അല്ല, ചപ്രാസിയായിട്ട് നിയമിതനായാലും എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത്? റൂൾ അനുസരിച്ച് യൂണിഫോം തയ്യാറാക്കണം, ആയുധം ശരിയാക്കണം, ഇവയൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ റൂൾ ദുർബലർക്ക് മാത്രമുള്ളതല്ലേ? ഇവിടെ സേവാദാർ എന്ന് പറഞ്ഞാൽ വീട്ടുജോലിക്കാരൻ, പേഴ്സണൽ സെർവന്റ്. ഓഫീസറുടെ വസ്ത്രം കഴുകണം, ആഹാരം പാകം ചെയ്യണം, മേംസാബിന്റെ വസ്ത്രം തേക്കണം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടണം. പിന്നെ പ്രധാനമായും മറ്റൊന്ന്, മേംസാബിനെ എപ്പോഴും അങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. ശരിയല്ലേ സുബേദാർ സാബ്? എനിക്കെന്ത് ചെയ്യാൻ പറ്റും സാർ? ശരിയാണ്. സാബിന് കീഴിലുള്ളവർക്കെതിരെയല്ലേ നടപടിയെടുക്കാൻ പറ്റും. പക്ഷേ സാർ, നോർത്ത് സോൺ മീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് രാമചന്ദ്രനെ സേവാദാർ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി പ്രാക്ടീസ് ചെയ്യിച്ചു. രാമചന്ദ്രൻ ജയിക്കുകയും ചെയ്തു. സേവാദാർ ഡ്യൂട്ടിയിൽ നിന്ന് രാമചന്ദ്രനെ റിലീവ് ചെയ്യാൻ നിങ്ങൾ മുൻകൈ എടുത്തിരുന്നോ? അതോ മറ്റാരെങ്കിലും? പറയൂ, സിഒ ഓർഡർ ഇട്ടിരുന്നോ ഡ്യൂട്ടി മാറ്റാൻ? ഇല്ല സർ. പിന്നെ രാമചന്ദ്രൻ എന്നോട് പരാതിപ്പെട്ടിരുന്നു. എന്താണ് പരാതിപ്പെട്ടത്? പറയാൻ പ്രയാസമുണ്ട് സാർ. പേടിക്കാതെ പറയൂ. ഇത് കോടതിയാണ്, പുറത്താരും ഒന്നും അറിയില്ല. പറയൂ സുബേദാർ. ബൽവാൻ സിംഗ് പറയൂ, ഭയക്കണ്ട. രാമചന്ദ്രൻ താണജാതിക്കാരനാണത്രേ. ക്യാപ്റ്റൻ കപൂർ രാമചന്ദ്രൻ എപ്പോഴും ഹരിജൻ എന്ന് മാത്രമേ വിളിക്കുമായിരുന്നു. ഹരി ജൻ, ഈശ്വരന്റെ സ്വന്തം ജനം. മഹാത്മജി വിളിച്ച പേര്, അതെങ്ങനെ മോശം വിളിയാകും? അതല്ല സാർ, ക്യാപ്റ്റൻ കപൂർ എപ്പോഴും ചീത്ത വിളിക്കുമായിരുന്നു, അതും എല്ലാവരുടെ മുമ്പിൽ വെച്ച്. ക്യാപ്റ്റൻ കപൂറിന്റെ സ്നേഹിതൻ ക്യാപ്റ്റൻ മോഹനവർമ്മയും എപ്പോഴും ഇയാളെ ചീത്ത വിളിച്ചിരുന്നു. പറയന്റെ മോനെ എന്നാണ് വിളിച്ചിരുന്നത്. വെരി ബാഡ്. ഓക്കെ. പിന്നെ ഒരു ദിവസം ക്യാപ്റ്റൻ കപൂറിന്റെ വീട്ടിൽ കുറെ അതിഥികൾ വന്നിരുന്നു. അതിലൊരു കുട്ടി ഡ്രോയിങ് റൂമിൽ മലവിസർജനം നടത്തി. ക്യാപ്റ്റൻ കപൂർ രാമചന്ദ്രനോട് അത് വൃത്തിയാക്കാൻ പറഞ്ഞു. അയാൾ അതനുസരിച്ചില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്യാപ്റ്റൻ കപൂർ പറഞ്ഞു, ജാതിയിലാണെങ്കിൽ അധകൃതൻ, പറയൻ, ചണ്ടാളൻ, തോട്ടി, എന്നിട്ട് മലമെടുക്കാൻ മടി. നിങ്ങൾ തലമുറകളായി ഇപ്പോഴും ഞങ്ങളുടെ മലം കുട്ടയിൽ വെച്ച് തലയിൽ ചുമന്ന് നടക്കുന്നവരാണ്. അതിനുശേഷമാണ് രാമചന്ദ്രന്റെ ഡ്യൂട്ടി മാറ്റാൻ ഞാൻ ശുപാർശ ചെയ്തത്. മാത്രമല്ല, ക്യാപ്റ്റൻ കപൂർ മഹാത്മാഗാന്ധിയെയും എപ്പോഴും ചീത്ത പറയുമായിരുന്നു. അദ്ദേഹമാണത്രേ ഈ ഹരിജൻസിന് ഇത്തരമൊരു സ്ഥാനം സമൂഹത്തിൽ നൽകിയത്. ഹരിജൻസ് നമ്മുടെ സേനയിൽ വരാൻ തുടങ്ങിയത് മുതലാണത്രേ സേനയുടെ വില പോയത്. Atrocious behavior. സർ, ക്യാപ്റ്റൻ കപൂറിനെ ചോദ്യം ചെയ്യാൻ എന്നെ അനുവദിക്കണം. സുബേദാർ ബൽവന്ത് സിംഗ്, you can go back. Captain Kapoor, Sir. please come to the witness stand. ക്യാപ്റ്റൻ ബി ഡി കപൂർ, ഈ മെഡലുകൾ താങ്കൾക്ക് എന്തിനാണ് കിട്ടിയത്? I got this medals for the... ഇംഗ്ലീഷിൽ പറയാതെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞൂടെ? എനിക്ക് ഇംഗ്ലീഷിൽ പറയാനാണ് കൂടുതൽ വശം. മറ്റ് ഭാഷകൾ എനിക്ക് നന്നായിട്ട് അറിയില്ല. സർ, ഐ മേ ബി അലൗഡ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സോറി ക്യാപ്റ്റൻ കപൂർ, കോടതി നിയമങ്ങൾ അനുസരിക്കണം. ക്യാപ്റ്റൻ, അങ്ങ് എവിടെയാണ് ജനിച്ചത്? അമൃത്സറിൽ. വിദ്യാഭ്യാസം? BA പാസ് ഔട്ട്. ഓ, അങ്ങ് BA പാസ്സായതാണ്. അങ്ങ് ജവാന്മാരോടും ഇംഗ്ലീഷിൽ തന്നെയാണോ സംസാരിക്കുന്നത്? തപ്പിയും തടഞ്ഞൊക്കെ നമ്മുടെ ഭാഷ സംസാരിക്കും. തപ്പിയും തടഞ്ഞും എന്നെന്തിനാണ് പറയുന്നത്? താങ്കൾക്ക് മാതൃഭാഷയിൽ സംസാരിക്കുന്നത് അപമാനകരമാണെന്ന് പറഞ്ഞാൽ പോരെ?
നെവർ. ഞങ്ങൾ ഓഫീസേഴ്സ് എല്ലായ്പ്പോഴും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷുകാരുടെ ടൈം തൊട്ടേ അങ്ങനെയാണ്. ഇംഗ്ലീഷുകാരുടെ ടൈം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ ഹാങ് ഓവർ തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. എനിവേ, ക്യാപ്റ്റൻ വികാസ് റോയ്, ലെറ്റ് ഹിം സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ്. ലെറ്റ് ഹിം സർ. ക്യാപ്റ്റൻ BD കപൂർ, സവാർ രാമചന്ദ്രൻ എന്തിനാണ് താങ്കളെക്കുറിച്ച് കമാൻഡിംഗ് ഓഫീസറോട് പരാതി പറഞ്ഞത്? ഇപ്പോൾ തറവാടിത്തമുള്ളവരാരും സേനയിൽ ചേരാത്തതുകൊണ്ട് ഈ താണജാതിക്കാരെ സേനയിലെടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. എന്തിനും ഏതിനും പരാതിയല്ലേ? സംസ്കാരമില്ലാത്ത വർഗം. തറവാടിത്തം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? തിന്നാനും കുടിക്കാനുമുള്ള വീട്ടുകാർ, ഉണ്ണാനും ഉടുക്കാനുമില്ലാത്ത അധകൃതരെയൊക്കെ സേനയെ ചേർത്ത അന്നു മുതൽ അവനൊക്കെ വല്ലത് തിന്നാനും കുടിക്കാനും കിട്ടിത്തുടങ്ങി. അതോടെ അവന്റെയൊക്കെ നെകളിപ്പും കൂടി. താങ്കൾ ഈ തറവാടിത്തം ഉള്ളവരുടെ കൂട്ടത്തിൽ പെടുന്നു? ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ കഴിഞ്ഞ 4 തലമുറകളായിട്ട് ഭരണം കൈയാളുന്നവരാണ്. ഫോർ യുവർ ഇൻഫർമേഷൻ, ICS, ഇന്ത്യൻ നേവി, ആർമി, എയർഫോഴ്സ്, ഇവിടങ്ങളിലെല്ലാം ഞങ്ങളുടെ ആൾക്കാർ സുപ്പീരിയർ ഓഫീസേഴ്സ് ആണ്. ഓ, യു നോ വൺ തിങ്, വി ആർ എ റൂളിംഗ് ക്ലാസ്. ആൻഡ് യു ആർ പ്രൗഡ് ഓഫ് ഇറ്റ്? ഓഫ് കോഴ്സ് ഐ ആം. താങ്കളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഹീസ് എ റിട്ടയർഡ് DIG. എന്ന് വെച്ചാൽ IG ആകാൻ കഴിഞ്ഞില്ല? DIG അത്ര കുറഞ്ഞതാണോ? അല്ലേ അല്ല, ഒരിക്കലും അല്ല. 5 പ്രാവശ്യം സസ്പെൻഷനിലായ അദ്ദേഹത്തിന് IG ആവാൻ കഴിഞ്ഞില്ല എന്നതൊരു കുറവേ അല്ല. സർ, ക്യാപ്റ്റൻ കപൂറിന്റെ വീട്ടിലുള്ളവരെ അധിക്ഷേപിക്കാനുള്ള അധികാരമില്ല. ആരെയും അധിക്ഷേപിക്കാൻ ശ്രമിച്ചതല്ല. തറവാടിത്തം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പം മനസ്സിലായി. ഞാൻ മറ്റൊരു തറവാടിത്തത്തെ പറ്റി അങ്ങേ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. വാട്ട്സ് ദാറ്റ്? നാഗാലാൻഡിൽ നടന്ന ഒരു ടെററിസ്റ്റ് എൻകൗണ്ടറിനെ കുറിച്ച് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. അതിലെന്തിരിക്കുന്നു? ഐ സപ്രസ് ദം. തറ പറ്റിച്ചില്ലേ? ഇത് പറയാൻ വേണ്ടി താങ്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരാളുടെ ഔദാര്യം കൊണ്ടാണ്. താങ്കൾ മറന്നു കാണും. ഞാൻ ഓർമ്മിപ്പിക്കാം. സുഖദേവ് എന്ന ജവാനെ അങ്ങ് ഓർക്കുന്നുണ്ടോ? തീവ്രവാദികൾ താങ്കളുടെ വീട് ആക്രമിച്ചപ്പോ താങ്കളെ രക്ഷപ്പെടുത്താനായി വെടിയേറ്റ് മരിച്ച സുഖദേവ് ഓർമ്മയുണ്ടോ? What's so great about it? He was just doing his duty. ഹോ, എത്ര ലാഘവത്തോടെയാണ് അങ്ങ് ഇത് പറയുന്നത്? ഭാര്യ മരിച്ച സുഖദേവിന് ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. താങ്കളുടെ ജീവൻ രക്ഷിക്കാനാണ് അന്ന് അയാൾ ശ്രമിച്ചത്. എന്നിട്ട് അയാളുടെ ഒരേ ഒരു മകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോ? ദേവിന്റെ വീട്ടിലേക്കൊന്ന് പോവുകയെങ്കിലും ചെയ്തോ? Come on. ഈ കേസുമായി ആ സംഭവങ്ങൾക്ക് എന്താണ് ബന്ധം? അയ്യോ, തറവാടിത്തത്തെ കുറിച്ച് അങ്ങ് പ്രസംഗിച്ചപ്പോ അറിയാതെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോയതാ. താങ്കളുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ആ സുഖദേവന്റെ മകൾ അമ്മുവിനെ ഇപ്പൊ വളർത്തുന്നത് രാമചന്ദ്രനാണ്. വളർത്തു മകളായിട്ടല്ല, സ്വന്തം മകളായിട്ട്. താങ്കൾ മറന്നു കാണും. രാമചന്ദ്രന്റെ ആ നിലയ്ക്കുള്ള അപേക്ഷ അന്ന് കമാൻഡിംഗ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തത് താങ്കൾ തന്നെയാണ്. ഇനി പറ, ആരാണ് തറവാടി? താങ്കളോ അതോ രാമചന്ദ്രനോ? സർ, ഇതൊക്കെ ഈ കോർട്ട് മാർഷലുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. അമ്മുവും ഈ കേസും തമ്മിൽ എന്ത് ബന്ധം? ഓക്കെ, താങ്കളുടെ കുടുംബം കുറെ നാളുകളായി ദില്ലിയിലാണല്ലോ. താങ്കളോടൊപ്പം ഇല്ല. ആഹാരം മെസ്സിൽ നിന്നാണ്? അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ആഹാരം പാചകം ചെയ്യാൻ അവിടെ ധാരാളം ആൾക്കാരുണ്ട്. താങ്കളുടെ ഓർമ്മ മങ്ങുകയാണ് എന്ന് ഞാൻ പറയും. താങ്കൾ കുറെ ദിവസമായി മെസ്സിൽ നിന്നോ സ്വന്തം വീട്ടിൽ നിന്നോ ആഹാരം കഴിക്കുന്നില്ല. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്, ക്യാപ്റ്റൻ BD കപൂർ. അതെ, ഞാൻ ക്യാപ്റ്റൻ വർമ്മയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇസ് ഇറ്റ് എ ക്രൈം? അതൊരു ക്രൈം അല്ല. എന്നാൽ ഇതിൽ മറ്റൊരു ക്രൈം ഉണ്ട്. വാട്ട് യു മീൻ? താങ്കൾക്ക് ഫ്രീ റേഷൻ കിട്ടുന്നുണ്ടോ? യെസ്, കിട്ടുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? അത് ഞാൻ എൻ്റെ സേവകർക്ക് കൊടുക്കുന്നു. ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ? അത് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? എനിക്കല്ലേ പറയാൻ കഴിയൂ. കുറെ മാസങ്ങളായി നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ റേഷൻ ബസാറിലെ ബൻസാരി ലാൽ ആൻഡ് സൺസ് എന്ന കടയിലേക്കാണ് പോകുന്നത്. താങ്കൾ അത് വിൽക്കുന്നു. കൊണ്ടുപോകുന്ന ജോലിക്കാരനെയും കടയുടെ ഉടമസ്ഥനെയും വേണമെങ്കിൽ ഇവിടെ ഹാജരാക്കാം.
തറവാടിയുടെ യഥാർത്ഥ മുഖം അപ്പം മനസ്സിലാവും. മറ്റു ഓഫീസർമാർ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. മറ്റു ഓഫീസർമാരുടെ കാര്യങ്ങളൊന്നും താങ്കൾ പറയണ്ട. താങ്കൾ വിറ്റിരുന്നോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. That's enough. I think the next court martial will be for Captain Kapoor. ക്യാപ്റ്റൻ കപൂർ, 5000 മീറ്റർ ഓട്ടത്തിൽ രാമചന്ദ്രൻ താങ്കളെ തോൽപ്പിച്ചത് മുതലല്ലേ തറവാടിയായ താങ്കൾക്ക് രാമചന്ദ്രനോട് ശത്രുത തോന്നി തുടങ്ങിയത്? രാമചന്ദ്രനുമായിട്ട് ശത്രുതയോ? ശത്രുത എപ്പോഴും തുല്യരോടാണ് ഉണ്ടാവുക, താഴ്ന്നവരോടല്ല. താങ്കൾ രാമചന്ദ്രനെ ചണ്ടാളൻ എന്നും തോട്ടിയെന്നും വിളിച്ചിരുന്നു അല്ലേ? തോട്ടിയെ പിന്നെ തോട്ടിയെന്നല്ലാതെ പണ്ഡിറ്റെന്നാണ് വിളിക്കുക. യു ആർ റൈറ്റ് ക്യാപ്റ്റൻ ഭിഖാരി ദാസ് കപൂർ. എന്റെ പേര് BD കപൂർ എന്നാണ്. എന്നാൽ താങ്കളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ പൂർണ്ണമായ പേരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഭിഖാരി ദാസ് കപൂർ. നോ, ഐ എം BD കപൂർ. ഡോണ്ട് കോൾ മീ ബൈ എനി അതർ നെയിം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ വളരെ വൈകി ജനിച്ച സന്താനമാണ്. കുറെ നാൾ ഒരു കുട്ടിക്കായി അവർ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അന്ന് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് ഏറ്റവും നികൃഷ്ടമായ പേരിടണം. ആ പേര് അർത്ഥമാക്കുന്നത് യാചകന്റെ ദാസൻ എന്നല്ലേ? അങ്ങനെ വന്ന പേരല്ലേ ഭിഖാരി ദാസ് കപൂർ? സ്വന്തം അച്ഛനും അമ്മയും നൽകിയ പേര് നിഷേധിക്കാൻ കഴിയില്ല ഭിഖാരി ദാസ് കപൂർ. ആ പേര് മാറ്റാനാവുമോ? Stop it! You should call me BD കപൂർ. താങ്കൾക്ക് തോട്ടിയെ തോട്ടി എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് താങ്കളുടെ യഥാർത്ഥ പേര് എന്തുകൊണ്ട് വിളിച്ചുകൂടാ? ഭിഖാരി ദാസ് കപൂർ. Stop it! Otherwise I will. Otherwise താങ്കൾ എന്നെ അടിക്കും, താങ്കളുടെ ഭാര്യയെ അടിച്ചു വീഴ്ത്തിയതുപോലെ. ഭിഖാരി ദാസ് കപൂർ, I warn you, Captain. When you threaten me, you are threatening the court of law, the court of justice. Hey! No, sir! I'm an officer! You bloody obey me! Captain Kapoor! Give me the gun! Hey! I'm an officer! Bloody obey me! Captain Vikas Roy! I will kill you! Captain Kapoor, put the gun down! No! I have to kill him! I repeat, put the bloody gun down! No! I have to kill him! I have to shoot him! Guards! I will shoot you! Captain, I said put the gun down! No! Take him! Take the gun! Sir! Hurry up! Come here! Bhupen, come here and remove the belt! Remove his belt! Guards, take your position. Captain Vikas Roy, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല സർ, ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല. Captain Kapoor, go back to your seat. Go back. Major Puri. Sir. Do you have any more witnesses? No, sir. Captain Roy, do you have any more witnesses? സർ, എനിക്ക് സവാർ രാമചന്ദ്രനെ വിസ്തരിക്കണം. സവാർ രാമചന്ദ്രൻ. സർ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ കൊന്നു സർ. എന്നെ ശിക്ഷിക്കണം. രാമചന്ദ്രൻ, ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, മറ്റൊന്നും പറയാം. ഞാനൊന്നും പറയില്ല. എനിക്ക് രക്ഷപ്പെടുകയും വേണ്ട. അല്ലെങ്കിലും രക്ഷിക്കാൻ ഞാനാരാ? എനിക്കൊന്നും പറയാനില്ല സർ. താങ്കൾ ഇത്ര പേടിത്തൊണ്ടനാണോ? സർ, എത്ര വേണമെങ്കിലും വഴക്ക് പറഞ്ഞോളൂ. ഞാൻ ഒന്നും പറയില്ല. രാമചന്ദ്രൻ,
നിങ്ങൾ സേനയിലെ ഒരു അഭിവാജ്യ ഘടകമാണ്. ആൻഡ് ദ റെജിമെന്റ് ഇസ് പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. രാമചന്ദ്രൻ, ഭീരുക്കൾ പലകുറി മരിക്കും, എന്നാൽ വീരന് മരണം ഒന്നേ ഉള്ളൂ. വീരനായി ജീവിച്ച് വീരനായി മരിക്കണം. പറയും രാമചന്ദ്രൻ, യു ആർ എ സോൾജർ. മോഹൻ വർമ്മ സാബും കപൂർ സാബും എന്നെ തിരിവിളിക്കുമായിരുന്നു. പറയനെന്നും ചണ്ടാളിനെന്നും ധോട്ടിയെന്നും ഖറംബർ നാരിയെന്നും എപ്പോഴും വിളിക്കുമായിരുന്നു. അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? ഞാൻ ഗാർഡ് ഡ്യൂട്ടിയിലിരിക്കുമ്പോഴെല്ലാം അവർ മോട്ടോർ സൈക്കിളിൽ അവിടെ വരുമായിരുന്നു. എന്നെ തെരിവിളിക്കാൻ വേണ്ടി മാത്രം. ഒരു കാരണവുമില്ലാതെ അവരെന്തിന് തെറിവിളിക്കണം? ഞാൻ സിഒ സാബിനോട് പറഞ്ഞ് എൻ്റെ ഡ്യൂട്ടി മാറ്റിയതിന്. മറ്റെന്തോ അന്ന് രാത്രി സംഭവിച്ചു. എന്താണ്? അന്ന് രാത്രി എന്നെ പതിവ് പോലെ വന്നു തെറി വിളിച്ചു. അല്ല, അത് മാത്രം കൊണ്ട് രാമചന്ദ്രൻ എന്ന ധൈര്യശാലിയായ ജവാനെ പ്രകോപിതനാക്കാൻ കഴിയില്ല. മറ്റെന്തോ നിങ്ങൾക്ക് പറയാനുണ്ട്. സത്യം പറയൂ. Come on. എൻ്റെ അമ്മ. നിങ്ങളുടെ അമ്മ? അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? പറയൂ രാമചന്ദ്രൻ. എൻ്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല സാർ. എൻ്റെ അമ്മയെ പറ്റി കുറെ ചീത്ത പറഞ്ഞു സാർ. എൻ്റെ അമ്മ ഏതോ കപ്പൂറിൻ്റെ കൂടെ കിടക്കുകയും അതിൽ പിഴച്ചുണ്ടാകുകയും ചെയ്ത സന്തതിയല്ലേ നീ? ശരീരം വിട്ടല്ലേ അവൻ നിന്നെ വളർത്തിയത് എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ കുറെ പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ അവരെന്റെ അമ്മയെ പറ്റി പറഞ്ഞു സാർ. പ്ലീസ് ഗാർഡ്സ്, ഗിവ് ഹിം വാട്ടർ. രാമചന്ദ്രൻ സർ, പുരുഷന്മാർ കരയാറില്ല, പ്രത്യേകിച്ചൊരു സൈനികൻ. സോറി സർ. താങ്ക് യു സർ. എനിക്ക് മറ്റൊന്നും ഇനി ഇദ്ദേഹത്തോട് ചോദിക്കാനില്ല. മേജർ അജയ് പൂരി, any more questions? സർ, എനിക്കൊന്നും ചോദിക്കാനില്ല. രാമചന്ദ്രൻ ഇരിക്കൂ. താങ്ക് യു സർ. സാർ, യെസ്. ക്യാപ്റ്റൻ കപൂർ സാബിന് ഫോൺ കോൾ ഉണ്ട്. ഇപ്പോൾ പറ്റില്ല. മെസ്സേജ് എന്താണെന്ന് ചോദിക്കൂ. സാർ, മേജർ പൂരി, യുവർ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്. രാമചന്ദ്രൻ തന്നെ കുറ്റം സമ്മതിച്ചതിനാൽ എനിക്ക് തെളിയിക്കാൻ മറ്റൊന്നും ബാക്കിയില്ല. രാമചന്ദ്രനോട് അനീതി കാട്ടിയിട്ടുണ്ടാകാം, പക്ഷേ രാമചന്ദ്രൻ നിയമം സ്വയം കയ്യിലെടുത്തു. വിവരം കമാൻഡിംഗ് ഓഫീസറോടോ ആർമി ചീഫിനോടോ പരാതിപ്പെടണമായിരുന്നു. അതുമല്ലെങ്കിൽ രാഷ്ട്രപതിയോടാണ് പരാതിപ്പെടേണ്ടിയിരുന്നത്. ആർമി ആക്ട് 69-ഉം IPC 302-ഉം പ്രകാരം രാമചന്ദ്രനെ മരിക്കും വരെ തൂക്കിലേറ്റാൻ വിധിയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഐ ഫിനിഷ് സർ. താങ്ക് യു സർ. സാർ,
സർ. Mr. B.D. Kapoor. Congratulations. Mr. B.D. Kapoor, you are getting a promotion with immediate effect. That's the message. Thank you, sir. Thank you. Congratulations. Thank you. Congrats, Captain. Thank you. Captain Vikas Roy, your closing statement. സർ, മേജർ അജയ്പുരി പറഞ്ഞതാണ് ശരി. ഉന്നതങ്ങളിൽ പരാതിപ്പെടണമായിരുന്നു. അതാണ് വേണ്ടിയിരുന്നത്. പക്ഷേ സത്യം അവിടെ ഒളിഞ്ഞു കിടപ്പില്ലേ? ഭാരതത്തിലെ 80% വരുന്ന താഴേക്കിടയിലുള്ളവരുടെ പരാതി ഒരിക്കലും ഉന്നതങ്ങളിൽ എത്തില്ല. They will never get justice. They will get only injustice. ക്യാപ്റ്റൻ കപൂറിന് ഇപ്പൊ കിട്ടിയ പ്രൊമോഷൻ പോലെയുള്ള അനീതി. That's all. Thank you, sir. കുറച്ചു നേരം എല്ലാവരും ഒന്ന് പുറത്തു പോണം. Your closing remarks, please. രാമചന്ദ്രന്റെ ശിക്ഷ ജീവപര്യന്തമാക്കണമെന്നാണ് എന്റെ പക്ഷം. സർ, രാമചന്ദ്രന് വധശിക്ഷ നൽകണമെന്നാണ് എന്റെ ശുപാർശ. കുറ്റം ചെയ്യുന്നതിന് മുമ്പുള്ള രാമചന്ദ്രന്റെ പേഴ്സണൽ ലൈഫും സൈനിക ജീവിതവും വളരെ ക്ലീൻ ആയിരുന്നു എന്നതുകൊണ്ട് അയാൾക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കണമെന്നതാണ് എന്റെ പക്ഷം. അതൊന്നും ഒരു കോടതിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ ജീവന് തുണയായിരിക്കേണ്ട സൈനികൻ കുറ്റം ചെയ്തു എന്നതാണ് ഇവിടെ സത്യം. കോടതിയിൽ കുറ്റം ഏറ്റുപറഞ്ഞിട്ടുള്ളതിനാൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ മരണം വരെ തൂക്കിലേറ്റുക എന്നതാണ് എന്റെ അഭിപ്രായം. ഇനി എന്റെ ഊഴമാണ്. ഏത് വിധിക്ക് മുമ്പിലും പതറാതെ ഞാനത് നിർവഹിച്ചിട്ടുണ്ട്. എന്റെ നിർണായക വോട്ട്, മൈ കാസ്റ്റിംഗ് വോട്ട്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും നിർണയം. ഗാഡ്, സർ. call them inside. സർ. രാമചന്ദ്രൻ ഇരിക്കൂ. സർ. ഈ കോർട്ട് മാർഷൽ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വിധി പ്രഖ്യാപിക്കുന്നത് നാളെ രാവിലെ 10 മണിക്കാണ്. I hereby declare the court martial is over. Ramachandran, stay back. Sir. Come here. Sir. എന്താ രാമചന്ദ്രൻ? സർ, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? എൻ്റെ അമ്മുവിന്. എവിടെയാണ് നിങ്ങളുടെ മകൾ? അവൾ പുറത്തുണ്ട്. കസ്റ്റഡിയിലായ ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല.
കൂടെ ആരുമില്ലേ? ആരുമില്ല, ഒറ്റയ്ക്കാണ്. ഭാര്യ? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല സർ. അമ്മു രാമചന്ദ്രന്റെ മകളല്ലെന്ന് അവൾക്കറിയാമോ? അറിയിക്കാതെയാണ് ഞാൻ വളർത്തിയത്. നാഗാലാൻഡിൽ വച്ചുണ്ടായ ടെററിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുഖദേവന് ജവാന്റെ മകളാണ് അമ്മു. അയാളുടെ ഭാര്യ നേരത്തെ മരിച്ചിരുന്നു. അനാഥയും കൈക്കുഞ്ഞുമായി അവളെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ദയവായി അവളെ കാണാൻ എന്നെ അനുവദിക്കുമോ സർ? അമ്മുനെ അകത്ത് കൊണ്ടുവരൂ. രാമചന്ദ്രൻ എങ്ങനെയാണ് അമ്മുനെ കണ്ടത്? റെജിമെന്റ് അവിടെയായിരുന്നു. സാർ മറന്നതാകണം, അമ്മുവിനെ വളർത്താനായി ഫാമിലി സ്റ്റേറ്റസിന് ഞാൻ അപേക്ഷ നൽകിയിരുന്നു. എനിക്കെൻ്റെ അമ്മുവിനെ ഉപേക്ഷിച്ച് പോകാൻ തോന്നിയില്ല സർ. അമ്മു, 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 പോകാം മോളെ. അച്ഛൻ വരുമ്പോഴേക്കും കരയരുത് മോളെ. മോള് പഠിച്ച് നല്ല നിലയിലാകണം. അമ്മു, കരയത് മോളെ, കരയത് മോളെ. ഇങ്ങനെ എനിക്ക് അച്ഛനേ ഉള്ളൂ. നീ ഭാഗ്യം ചെയ്തവളാണ് മോളെ. ഇങ്ങനെ ഒരു അച്ഛന്റെ മേൽവിലാസത്തിൽ മകളായി അറിയപ്പെടാനായത് നിന്റെ ഭാഗ്യമാണ്. രാമചന്ദ്രന്റെ മകൾ എന്ന മേൽവിലാസം. കരയാതെ മോളെ. എന്നെ കൂടി കൊണ്ടുപോയി ഞാനും അച്ഛന്റെ കൂടെ വരും. എനിക്ക് അച്ഛനല്ലാതെ അങ്ങനെ പറയരുത് മോളെ. സത്യം എക്കാലവും സംരക്ഷിക്കപ്പെടേണ്ടതുകൊണ്ട് നീ അനാഥയാവുന്നില്ല. യു ആർ നോട്ട് എൻ ഓഫൺ. കരയണ്ട. ക്ലാർക്ക്, take her. അച്ഛൻ എന്നെ വരാൻ മോളെ. Take her. സർ, രാമചന്ദ്രൻ, നാളെ ഞാൻ നിങ്ങളുടെ വിധി പ്രഖ്യാപിക്കും. സർ, നിങ്ങൾക്ക് ഞാൻ പ്രഖ്യാപിക്കുന്ന വിധി മരണശിക്ഷയാണ്. സർ, to be hanged until death. വിധിയിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് I, Colonel Suraj Singh, salute you from the bottom of my heart.
I am saluting the real justice. Sir.